ഈ പിച്ചക്കാരനെ ആരെവിടെ കൊണ്ട് കഴിക്കാനിരുത്തിയത്? അതും ആദ്യ പന്തിയില്. ഇവനൊക്കെ കഴിച്ചില്ലെന്ന് വെച്ച ആർക്കാ ഇവിടെ ഇത്ര സങ്കടം? ഗീത, നിനക്ക് എത്ര വിവരമുണ്ട്? കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് എഴുന്നേറ്റ് പോകാൻ പറയാൻ. അപ്പോഴേക്കും ഗീതയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നു. കാലണ കയ്യിലില്ലാത്ത ഇവനെ കെട്ടിയ നീ ഇവിടെ കിടന്ന് അധികം ഷോ ഇറക്കണ്ട പല്ലവി. ഞാൻ ഊട്ടിയിലുള്ള മിനിസ്റ്ററേക്ക് ഇവിടെ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോഴാ അവളുടെ ഈ ഓട്ടക്കാലന്റെ ഭർത്താവ്. വേണമെങ്കിൽ ആഹാരം പാഴ്സലെടുത്തോണ്ട് പോയി വീട്ടിലോ റോഡിലോ ഇരുന്ന് കഴിച്ചോ. അഭി, ഇത് കൂടുതൽ കേൾക്കാൻ എനിക്ക് വയ്യ. വാ പോവാ. പല്ലവി അതും പറഞ്ഞ് അവിടുന്ന് പോയി. അഭിയും ഒന്നും അവരോട് പറയാതെ അവളുടെ പുറകെ അവിടുന്ന് പോയി. അവിടെ കൂടിയിരുന്നവർക്ക് സംസാരിക്കാൻ ഒരു വിഷയം കിട്ടി. ആരാണിവൻ? അതൊന്നും പറയണ്ട സാർ, അവളുടെ അനിയത്തി പല്ലവിയുടെ ഭർത്താവാ. എന്തോന്ന്? ഒരു 500 കോടി സ്വത്തെങ്കിലും ആ പെങ്കൊച്ചിന്റെ പേരിൽ കാണില്ലേ? അങ്ങനെയുള്ള ആ കുട്ടിയെ ഈ പിച്ചക്കാരൻ തിണ്ടയ്ക്ക് എങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ മനസ്സ് വന്നു? അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സൈറൺ മുഴക്കി മിനിസ്റ്ററുടെ കാർ വന്നു നിന്നു. അതിൽ നിന്നും തന്റെ ബ്ലാക്ക് കാറ്റ്സ് അകമ്പടിയോടെ മിനിസ്റ്റർ ഇറങ്ങി. ഗീതയും ഭർത്താവും ചേർന്ന് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് സ്വീകരിച്ചു. അവരോട് സംസാരിച്ചു നിൽക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പെട്ടെന്ന് എന്തോ കണ്ട് ഒരിടത്തേക്കായി. എന്താണ്? മിനിസ്റ്റർ കൂടുതൽ അടുത്തേക്ക് ചെന്നതും ആരുടെയും കാഴ്ചയിൽ പെടാതെ അഭിമന്യു അവിടുന്ന് മാറുന്നതാണ് കണ്ടത്. അദ്ദേഹം അഭിയുടെ കയ്യിൽ കയറി പിടിച്ചു. സർ, നിങ്ങളെന്താ ഇവിടെ? അതും ഈ കോലത്തിൽ? ഞാൻ എത്ര കാലമായി നിങ്ങളുടെ ഒരു അപ്പോയിന്റ്മെന്റിനായി നടക്കുന്നു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. സർ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പല്ലവിയും ഗീതയും ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി. ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പോലും ഇല്ലാത്ത ഒരുത്തന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മിനിസ്റ്റർ കാലങ്ങളായി കാത്തിരിക്കുന്നു എന്നോ? ആരാണ് അഭിമന്യു? അവൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഊട്ടിയിലേക്ക് വന്നത്? മിനിസ്റ്റർ പോലും ഇത്ര മര്യാദ കൊടുക്കുന്ന അഭി എന്തിനാണ് ഭാര്യ വീട്ടിൽ ഇത്ര അപമാനം സഹിച്ചു കഴിയുന്നത്? അതെല്ലാം അറിയണ്ടേ? തുടർന്ന് കാണൂ. 3 വർഷങ്ങൾക്ക് മുന്നേ ഊട്ടി. ഒരു ദിവസം എവിടെ നിന്നോ അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ അഭിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു 200 രൂപ മാത്രമാണ്. ഒപ്പം മുഖത്ത് ഒരുപാട് ദുഃഖവും. റോഡ് സൈഡിലെ ഒരു ചെറിയ കടയിൽ അവൻ ഭക്ഷണം കഴിക്കാനായി പോയി. അവൻ്റെ കയ്യിലെ പൈസ വെച്ച് അവൻ അത് മാത്രമേ അഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പെട്ടെന്ന് അവന് അവൻ്റെ അമ്മയുടെ ഓർമ്മകൾ കടന്നു വന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ അമ്മ മരിച്ചിട്ട് 2 ആഴ്ചയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവനെല്ലാം അവൻ്റെ അമ്മയായിരുന്നു. കുറേ കാലമായി അവൻ്റെ അമ്മ വയ്യാതെ കിടപ്പായിരുന്നു. ചികിത്സയ്ക്കായി ഒരുപാട് പണം ആവശ്യമായി വന്നു. അവൻ പിടിക്കാത്ത കാലുകളില്ല. ആരും സഹായിച്ചില്ല. ചികിത്സ വേണ്ട സമയത്ത് കിട്ടാതെ അവൻ്റെ അമ്മ മരിച്ചു. അവൻ ഒറ്റയ്ക്കായി. അവന് ജീവിതത്തോടും വേണ്ടപ്പെട്ടവരോടുമുള്ള എല്ലാ പ്രതീക്ഷകളും പോയി. അമ്മയുടെ മരണം അവനെ റോഡിലേക്ക് എത്തിച്ചു. ഇന്നിതാ കഴിക്കാനെടുത്ത ഭക്ഷണം പോലും ഇറങ്ങാതെ ആ റോഡ് സൈഡിലെ കടയിൽ കണ്ണുകൾ നിറഞ്ഞ ഒറ്റയ്ക്കാണ് അഭി. നിനക്കറിയോ അവനെ? കട മുതലാളി ജോലിക്കാരൻ പയ്യനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടി കേട്ട് അയാൾ അഭിയുടെ അടുത്തേക്ക് ചെന്നു. അനിയ, വേറെന്തെങ്കിലും കഴിക്കാൻ വേണോ? കടടയ്ക്കാൻ സമയമായി. പെട്ടെന്നാണ് അഭി അമ്മയുടെ ഓർമ്മകളിൽ നിന്നും പുറത്തു വന്നത്. സോറി അണ്ണ. ഇത്രയും പറഞ്ഞ അഭി അവിടുന്ന് എഴുന്നേറ്റ് കൈ കഴുകി. അവന്റെ വിഷമം നിറഞ്ഞ മുഖവും മുഷിഞ്ഞ വേഷവും കണ്ടപ്പോൾ അയാൾക്ക് തന്നെ കഷ്ടം തോന്നി. അനിയ, നിനക്ക് ഊട്ടിയിൽ എവിടെ പോകേണ്ടത്? ഇവിടെ ബന്ധുക്കളോ അറിയാവുന്നവരോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടോ? ഇല്ലണ്ണ. പിന്നെന്താ ഇങ്ങോട്ട് വരാൻ കാരണം? അറിഞ്ഞൂടണ്ണ. പെട്ടെന്ന് എന്തോ ആലോചിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ആദ്യം മുന്നിൽ വന്നു നിന്നത് ഊട്ടി ബസ്സായിരുന്നു. അത് കയറിങ്ങ് പോന്നു. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഉണ്ടായിരുന്നത് അമ്മയായിരുന്നു. കുറച്ചു ദിവസം മുന്നേ എന്നെയും ലോകവും വിട്ടുപോയി. എന്തെങ്കിലും ചെയ്യണമെന്നാ. എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കൂടണം. ഇവിടെ ആരെയും അറിയാതെ നീ എങ്ങനെ പിടിച്ചു നിൽക്കും? നീ ഇരിക്കേ, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. തൽക്കാലം ഇവിടെ ഇരിക്കേ, ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കട്ടെ. കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ വേണ്ടണ്ണ. കഴിച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും അതിനിടയ്ക്ക് ഓർമ്മ വന്നാൽ ഞാൻ പറയാം. നീ ഇവിടെ ഇരിക്കേ. എന്നാ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും സഹായിക്കാം. പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ പറഞ്ഞ അഭി അവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്തു നിന്ന സമയത്താണ് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു BMW കാർ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഇത് നേരെ അവൻ എത്ര നേരം എടുക്കും? ഒരു 10 മിനിറ്റ്. മൈ ഫൂട്ട്, നീ വേറെ കാർ വിളിച്ചു വരുത്ത്. എന്നിട്ടാവാ ഇതിന്റെ റിപ്പയർ ഒക്കെ. മാരണം. രവിചന്ദ്രൻ ഇത്രയും പറഞ്ഞ് ചൂടായിക്കൊണ്ട് തന്റെ ഫോണും എടുത്ത് റോഡ് ക്രോസ് ചെയ്യാനായി നടന്നു. എന്നാൽ ഫോൺ നോക്കി ദേഷ്യത്തിൽ നടന്ന രവിചന്ദ്രൻ റോഡ് ശ്രദ്ധിച്ചില്ല. അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു വണ്ടി അതിവേഗം വരുന്നുണ്ടായിരുന്നു. അത് ഹോൺ അടിച്ചതൊന്നും അയാൾ കേട്ടില്ല. പക്ഷേ ഇത് ശ്രദ്ധിച്ച അഭി വേഗം തന്നെ അവിടുന്ന് ഓടി വന്ന് രവിചന്ദ്രനെ രക്ഷിച്ചു. നൂലിഴ വ്യത്യാസത്തിൽ അയാൾ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വണ്ടി എന്നിട്ടും നിർത്താത്ത സ്പീഡിൽ പോയി. എല്ലാവരും തന്നെ പ്രശംസിക്കുന്നതൊന്നും ഒട്ടും മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ തന്നെ അഭി പോയി ആ കടയിലിരുന്നു. ചെറിയൊരു ഉപകാരം ചെയ്താൽ പോലും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ആൾക്കാരുള്ള സ്ഥലത്ത് അഭി അയാൾക്ക് ഒരു അത്ഭുതമായി തോന്നി. രവിചന്ദ്രൻ അഭിയുടെ അടുത്ത് പോയിരുന്നു. എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. അയ്യോ സർ, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ട്. നിനക്കും വേണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരെ പോലെ കണ്ടു നിൽക്കായിരുന്നു. ആ വണ്ടി എന്റെ ജീവനും കൊണ്ട് പോയേനെ. പക്ഷെ നീ റിസ്ക് എടുത്ത് ഓടി വന്ന് എന്നെ രക്ഷിച്ചു.
നീ ആരാണ്? ഇവിടെ ഊട്ടിയിൽ എവിടെയാ? സാർ പയ്യൻ ആരുമില്ലാത്തവനാ. ജീവിക്കാൻ വഴി തേടി ഇവിടെ വന്നു പെട്ടതാ. എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കാമെന്ന് ഞാനും കരുതി. രാവിലെ തൊട്ട് ഇവിടെ കടയിലുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഞാനാ പറഞ്ഞത്. സാറ് വന്നത് നന്നായി. അനിയ, എന്നെ രക്ഷിച്ചതുകൊണ്ട് പറയുന്നു കരുതണ്ട. നീ എന്റെ കൂടെ വാ. നിനക്ക് നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാം. വേണ്ട സർ. നിന്നെ ഞാൻ എന്നാണ് ആദ്യം കാണുന്നത്. പക്ഷെ എന്തോ ഒരു ബന്ധം ഞാനും നീയുമായി ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പറയുന്നതല്ല, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. സർ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കോ നിങ്ങൾ ആരാണെന്ന് എനിക്കോ അറിയില്ല. നിങ്ങളെ രക്ഷിച്ചുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്നത്. സാർ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നെ വിട്ടേര് സാറേ. അനിയ, ഇദ്ദേഹം നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരനായ വ്യക്തിയാ. അദ്ദേഹം വെറും വാക്ക് പറയില്ല. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടടാ. അല്ലെങ്കിൽ നീ എന്തിനാ ഊട്ടിയിലേക്ക് ബസ് കയറിയത്? ഇവിടെ ഇത്രയും കടയുണ്ടായിട്ടും എന്റെ കടയിൽ തന്നെ വന്നത്. എന്തൊക്കെ ആലോചിച്ച് ഇവിടെ ഇരുന്നത് എന്തിനാ? ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ദൈവം പറഞ്ഞയച്ചതാ നിന്നെ. നീ അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ കൂടെ ചെല്ല്. താൻ അയാളുടെ കൂടെ പോകുന്നതാണ് ശരിയെന്ന് അബിക്കും തോന്നി. രവിചന്ദ്രൻ അവനെ അയാളുടെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴി അബിയുമായുള്ള സംസാരത്തിൽ നിന്നും രവിക്ക് അവനൊരു MBA കാരനാണെന്ന് മനസ്സിലായി. പെട്ടെന്നാണ് അയാൾ അവന്റെ കയ്യിൽ ഒരു കറുത്ത മറുക് ശ്രദ്ധിച്ചത്. അത് അയാൾ മുൻപ് എവിടോ കണ്ടിട്ടുള്ളതുപോലെ തോന്നി. പക്ഷേ രവിക്ക് പെട്ടെന്ന് അത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. രവിയും അഭിമന്യുവും വീട്ടിലേക്കെത്തി. ഇവന്റെ പേര് അഭിമന്യു. അന്യനാട്ടിൽ നിന്നും വന്നതാണ്. കുറച്ചു മുന്നേ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു ആക്സിഡന്റ്. എന്റെ ജീവൻ തന്നെ പോകാനുള്ളതായിരുന്നു. ഇയാളാണ് എന്നെ രക്ഷിച്ചത്. അച്ഛാ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. അഭിമന്യു ആണ് എന്നെ രക്ഷിച്ചത്. രവികുമാർ ഇത് പറയുമ്പോൾ ഭാര്യയുടെയും രണ്ടാമത്തെ മകളുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുക്കുന്നുണ്ടായിരുന്നു. അവരുകൂടി അറിഞ്ഞാണോ ആ ആക്സിഡന്റ് പ്ലാൻ ചെയ്തത്? നന്ദിയുണ്ട്. എനിക്ക് എന്റെ അച്ഛനായല്ല. നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് ഞങ്ങൾ തിരിച്ച് എന്തെങ്കിലും ഉപകാരം ചെയ്യണം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചില്ലേ എന്തെങ്കിലും സഹായം ചെയ്ത് പറഞ്ഞയക്കായിരുന്നില്ലേ? എന്തിനാ ഇവനെയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇതേപോലത്തെ ദരിദ്രവാസി കോലമുള്ളവനൊക്കെ എന്തിനാ ഡാഡി വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്? ഐ കാൻ ട്രസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അബി ഒന്നും മിണ്ടിയില്ല. പക്ഷെ രവിചന്ദ്രന് അത് തന്നെ അപമാനിച്ചതുപോലെയാണ് തോന്നിയത്. അമ്മയുടെ ബുദ്ധി കാണിക്കണ്ടേ ഒരു മകളെങ്കിലും? നിന്റെ അമ്മയെപ്പോലെ ഒരു പിശാചിന്റെ കൂടെ ഇത്രയും കാലം കുടുംബം നടത്തിയ എനിക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ. എന്നോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം. പക്ഷെ ഇവനെ ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. സർ, വേണ്ട സർ. സാറിന്റെ എന്നല്ല, ഏതു വീട്ടുകാരാണെങ്കിലും എന്നെപ്പോലെ ഒരുത്തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാ ഇങ്ങനെ തന്നെ പറയും. അത് അവരുടെ കുറ്റമല്ല. ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഞാൻ പോയേക്കാം സർ. ഇല്ല, നിങ്ങൾ പോകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതിന് ഞാൻ മാപ്പ് പറയുന്നു. അതാണ് അഭി. ഞാനും എന്റെ മൂത്ത മകൾ പല്ലവിയും നിങ്ങളോട് ഇവിടെ സംഭവിച്ചതിനൊക്കെ മാപ്പ് പറയുന്നു. എന്റെ ഭാര്യയെയും ഇളയ മകളെയും ഞാനെന്നല്ല ദൈവം വിചാരിച്ചാലും തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. പിന്നെ അവര് പറയുന്നത് കേട്ട് ഞാൻ ഇപ്പോ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അതെന്നും എനിക്കൊരു കുറ്റബോധമായി ഉള്ളിൽ കിടക്കും. രവിയും പല്ലവിയും നിർബന്ധിച്ചത് കാരണം അബിയും അതിനൊന്നും തിരിച്ചു പറഞ്ഞില്ല. അബി, നീയാണ് ഇന്നു മുതൽ എന്റെ പേഴ്സണൽ സെക്രട്ടറി. സർ, അതൊക്കെ വേണോ? അതിൽ ഇനി വേറെ ഒരു സംസാരവും ഇല്ല. സമയം കടന്നുപോയി. അബി രവിചന്ദ്രന്റെ വിശ്വസ്തനായി വളർന്നു. അവൻ ഒരിക്കലും ആ വിശ്വാസം തെറ്റിച്ചില്ല. അബിയുടെ പല തീരുമാനങ്ങളും രവിചന്ദ്രന്റെ ബിസിനസ്സിൽ മുന്നേറ്റം നൽകി. എന്നാൽ ഒരു കാര്യം, അബിയുടെ കയ്യിലെ ആ വലിയ കറുത്ത മറുക് അത് എത്ര ആലോചിച്ചിട്ടും എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ രവിക്കായില്ല. അത് പലപ്പോഴും അയാളെ അസ്വസ്ഥനാക്കി. ഈ സമയം തന്നെ രവിചന്ദ്രൻ മകൾ പല്ലവിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് നല്ലൊരു വരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് രവിചന്ദ്രന്റെ ഓഫീസിലെ കുറച്ചുപേർ അങ്ങോട്ടേക്ക് വന്നത്. എന്താ എല്ലാവരും കൂടി ഒരുമിച്ച്? എന്തെങ്കിലും പ്രശ്നം? സർ, എന്തുകൊണ്ട് ഈ പേപ്പേഴ്സ് ശരിയായില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നമ്മുടെ കൈവിട്ടു പോകും. എവിടെ നോക്കട്ടെ. ഇന്ന് പോകേണ്ട പേപ്പേഴ്സ് ഇപ്പോഴാണോ വെരിഫൈ ചെയ്യാൻ കൊണ്ടുവരുന്നത്? നിങ്ങളൊക്കെ കാരണം ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മുടെ കൈവിട്ട് പോകാൻ പോകുന്നത്. സർ, ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. പേപ്പേഴ്സ് ഒക്കെ കറക്റ്റാ. ഞാൻ വെരിഫൈ ചെയ്തിരുന്നു. സാർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്താൽ മതിയോ? അബിയുടെ ബിസിനസ്സിലെ പാഠവും രവിചന്ദ്രനെ ഇംപ്രസ് ചെയ്യിച്ചു. ഒപ്പം അയാളെ അത് ഒരുപാട് ചിന്തിപ്പിച്ചു. അയാളുടെ ഉറക്കം വരെ അത് കെടുത്തി. ഒരു ദിവസം അയാളുടെ സ്വപ്നത്തിൽ പല്ലവിയുടെയും അബിയുടെയും മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞു വന്നു. ഒപ്പം അബിയുടെ കയ്യിലെ ആ കറുത്ത മറുകും. അത് പെട്ടെന്ന് അയാൾക്ക് പഴയ എന്തോ കാര്യം ഓർമ്മപ്പെടുത്തി. രവിചന്ദ്രൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. എന്തായിരിക്കും അത്? ആ ഓർമ്മപ്പെടുത്തൽ രവിചന്ദ്രനെ അസ്വസ്ഥനാക്കി. അയ്യോ, ഇങ്ങനൊരു കാര്യം ഞാൻ എങ്ങനെ മറന്നു? അതും ഇത്രയും കാലം എന്റെ ഓർമ്മയിൽ എങ്ങനെ വരാതെ പോയി? ഇന്നത്തെ അവന്റെ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഒരു കാരണമല്ലേ? ഇത്രയും കാലം ഞാൻ അബിയെ ഒരു സാധാരണക്കാരനെ പോലെ കണ്ടു. എന്നാൽ എന്നെപ്പോലെ ഒരു 100 കോടീശ്വരന്മാർ ചേർന്ന് നിന്നാൽ
അവന് തുല്യമാകില്ല. പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ ഊട്ടിയിൽ വന്നൊരു സാധാരണക്കാരനെ പോലെ അവൻ കഴിയണമെങ്കിൽ അവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. പക്ഷേ ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും. പിറ്റേന്ന് രാവിലെ രവിചന്ദ്രൻ പല്ലവിയെയും അഭിയെയും തന്റെ വീട്ടിലെ ടെറസിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾ രണ്ടുപേരെയും വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. എന്റെ മനസ്സിൽ കുറെ നാളായി ഒരു കാര്യം ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും അത് തെറ്റായി എടുക്കില്ല എങ്കിൽ ഞാനത് പറയാം. അയ്യോ സർ, എന്താ അങ്ങനെ പറയുന്നേ? സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യില്ലേ. അച്ഛാ, എന്താണെങ്കിലും പറയേ. രവിചന്ദ്രൻ ഒന്ന് മുന്നോട്ട് പോയി ഒരു ഗ്ലാസ് ചായ എടുത്തു. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇയാൾ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കണ്ട. ഇത് കുറച്ചു നാളായി എന്റെ മനസ്സിലുണ്ട്. എന്റെ മോൾക്ക് എവിടെ നിന്ന് വേണോ പയ്യനെ നോക്കാൻ എനിക്കാവും. പക്ഷേ അഭിയെപ്പോലെ ഒരാളെ കണ്ടുപിടിക്കാൻ എനിക്കാവില്ല. കാരണം എനിക്കിവന് വിശ്വാസമാണ്, ഇവന്റെ കഴിവിലും. ഞാൻ ഇയാളെ രക്ഷിച്ചതുകൊണ്ടാണോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അഭിയും ചിന്തിക്കണ്ട. നിന്റെ കഴിവിലുള്ള വിശ്വാസമാണ് എന്നെ കൊണ്ടങ്ങനെ ചിന്തിപ്പിച്ചത്. ഇനി ഇതിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അച്ഛാ, ഈ പറഞ്ഞത് എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്നേ വരെ എല്ലാ കാര്യത്തിലും അച്ഛന്റെ സന്തോഷമേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അഭിയെ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. അഭിക്ക് ഈ കല്യാണത്തിൽ പൂർണ്ണ സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. സർ, എനിക്കെന്ന് പറയാൻ ആരുമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ സ്വന്തക്കാര് തന്നെ കണ്ട ഭാവം വയ്ക്കാറില്ല. അങ്ങനെയുള്ള എനിക്ക് സാർ എന്ത് കണ്ടിട്ടാ സാറിന്റെ മകളെ കെട്ടിച്ചേരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനൊക്കെ യോഗ്യനാണോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാനും പല്ലവി അങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും സാർ എനിക്ക് തരുന്ന ഈ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് എനിക്കിതിൽ സമ്മതമാണ് സാർ. ഇവന് ജോലി കൊടുത്തതേ ആർക്കും പിടിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ക്ഷമിക്കാം. അത് ഇപ്പൊ അവന് നമ്മുടെ മോളെയും കൂടി കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നെന്നോ? നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അച്ഛാ, ഇവന്റെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരുത്തൻ അവന് പല്ലവി കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നെന്നോ? ഐ എം വെരി മച്ച് ഡിസപ്പോയിന്റഡ് വിത്ത് യു. നാട്ടിൽ നമുക്കൊരു അന്തസ്സുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അത് ഇല്ലാതാക്കരുത്. മതിയാക്കിക്കോ. എപ്പോ നോക്കിയാലും പണം പണം. 1000 കോടി കൊടുത്താലും അഭിയെപ്പോലൊരു പയ്യനെ നമ്മുടെ പല്ലവിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വീട്ടിലെ മരുമകൻ അഭിയാണ്, ഒപ്പം എന്റെ അടുത്ത അനന്തരാവകാശിയും. അതുകൊണ്ട് ആരെങ്കിലും ഇനി അഭിയെ പറ്റി മോശമായി സംസാരിച്ചാൽ ഈ വീടിന് പുറത്തായിരിക്കും സ്ഥാനം. ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ രവിചന്ദ്രൻ അവിടുന്ന് പോയി. അടുത്ത 6 മാസത്തിനുള്ളിൽ അവരുടെ കല്യാണം കഴിഞ്ഞു. തന്റെ മനസ്സിലുള്ള ആ കാരണം കൊണ്ട് അഭി പല്ലവിയിൽ നിന്നും അകന്നു നിന്നു. പല്ലവിയും അവന്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം അവനെ ഒന്നും ചോദിച്ച് ശല്യം ചെയ്യാൻ പോയില്ല. ഈ കാലയളവിൽ പല്ലവിയുടെ സഹോദരിയുടെ കല്യാണം വലിയൊരു കോടീശ്വരനുമായി നടന്നു. അപ്പോഴും അവൾക്കും മാലിനിക്കും അഭിയോടും പല്ലവിയോടുമുള്ള ദേഷ്യത്തിനും പുച്ഛത്തിനും ഒരു കുറവുമില്ലായിരുന്നു. അഭിക്ക് പല രീതിക്കും പല്ലവിയുടെ സഹോദരിയിൽ നിന്നും അപമാനം നേരിട്ടു. എന്നാൽ അവൻ അതെല്ലാം പല്ലവിക്കും രവിചന്ദ്രനും വേണ്ടി വീണ്ടും ക്ഷമിച്ചു. അങ്ങനെ ഒരു സന്ദർഭമാണ് ഇന്നും ഉണ്ടായത്. എന്നാൽ അന്ന് അങ്ങോട്ടേക്ക് എത്തിയ മന്ത്രി അഭിമന്യുവിനെ കണ്ട് അവനോട് വളരെ ഭവ്യതയിൽ സംസാരിച്ചു. അത് കണ്ട പല്ലവിയുടെ സഹോദരി ഒന്ന് ഞെട്ടി. അവൾ മുന്നോട്ട് വന്ന് മന്ത്രിയോട് ചോദിച്ചു, സർ, നിങ്ങളാ ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ്. നിങ്ങൾ ഈ പിച്ചക്കാരനോട് ഇത്ര ഭവ്യതയിൽ സംസാരിക്കുന്നോ? ഒരക്ഷരം നിങ്ങളാരും അഭിമന്യു സാറിനെ കുറിച്ച് മിണ്ടരുത്. ഇന്ന് ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം സാറാണ്. നിങ്ങളെല്ലാം എന്നോട് എന്ത് ബഹുമാനം കാണിക്കുന്നോ അതിന്റെ 100 ഇരട്ടി ബഹുമാനം അഭിമന്യു സാറിനോട് കാണിക്കണം. എന്നെ പോലെ എത്ര രാഷ്ട്രീയക്കാരെയും ബിസിനസ്മാൻമാരെയും വളരാൻ സഹായിച്ച ആളാണ് ഇദ്ദേഹം എന്ന് അറിയാവോ? അഭിമന്യു സാർ ഇന്നിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. എന്താണോ ഇവിടെ നടക്കുന്നത്? അതാണ് സാറേ എനിക്കൊന്നും മനസ്സിലാവാത്തത്. വാ അഭിമന്യു സാർ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. വന്നാലും സാർ. ഇത്രയും പറഞ്ഞ് മന്ത്രി അഭിമന്യുവിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അതേസമയം അഭിയുടെ കണ്ണിൽ അതിരൂക്ഷമായി എന്തോ കത്തുന്നുണ്ടായിരുന്നു. ഒപ്പം അവൻ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച പോലെയായിരുന്നു. അവിടെ കൂടി നിന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതല്ലാതെ ആർക്കും ഒന്നും മനസ്സിലായില്ല. തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് കാശില്ലാത്തതിന്റെ മുന്നിൽ ഒരു മന്ത്രി എന്തിനാണ് കൈകൂപ്പി നിന്നത്? അഭിമന്യുവിന്റെ വലത് കൈയിലെ ആ മറുകിന്റെ പുറകിലെ രഹസ്യം എന്തായിരിക്കും? രവിചന്ദ്രൻ എന്തിനായിരിക്കും പല്ലവിയുടെ കല്യാണം അഭിയുമായി നടത്തിയത്? അഭിമന്യു മഹാഭാരത കഥയിലെ വീരനായകൻ. എന്നാൽ നമ്മുടെ അഭിമന്യു നിസ്സഹായനായ ഒരു സാധാരണക്കാരനാണ്. എന്നാൽ അവനാണ് നമ്മുടെ ഹീറോ. പക്ഷേ അവനൊരു കോടീശ്വര ബിസിനസ് കുടുംബത്തിന്റെ മരുമകനാണ്. തന്റെ അവസ്ഥ കണ്ട് വീട്ടിലെ ജോലിക്കാർ പോലും അവനോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് പണം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറയൂ, ഞങ്ങൾ തരാം. വെറുതെ ഇങ്ങനെ ദരിദ്രരെ പോലെ നടക്കല്ലേ. ഒരു സമ്പന്ന കുടുംബത്തിലെ മരുമകനായതുകൊണ്ട് അഭിമന്യു വില കൂടിയ കാറുകൾ ഓടിച്ചിട്ടുണ്ട്, വിലയേറിയ വലിയ ക്ലബ്ബുകളിൽ പോയിട്ടുണ്ട്, വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം മറ്റുള്ളവരുടെ ഔദാര്യമായിരുന്നു.
ആ വീട്ടിലുള്ളവരുടെ ഡ്രൈവറായും ജോലിക്കാരനായും എല്ലാമാണ് അവൻ പലയിടത്തും പോയത്. അപമാനം എന്നത് അവന്റെ ജീവിതത്തിൽ സാധാരണമായിരുന്നു. പലയിടത്തു നിന്നും അവൻ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ ഓരോരുത്തർ അവരുടെ ഭാര്യമാരെ കൊണ്ടുവരുമ്പോൾ അഭി ആലോചിക്കും, ഒരു ദിവസം എന്റെ സമയവും വരും. അന്ന് ഞാൻ എന്റെ സ്വന്തം കാറിൽ എന്റെ പല്ലവിയെയും കൊണ്ട് ഇതുപോലുള്ള ഹോട്ടലിൽ വരും. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അതും ആലോചിച്ച് അവൻ ഉറക്കത്തിൽ ചിരിക്കാൻ തുടങ്ങി. സുന്ദരമായ സ്വപ്നത്തിന്റെ ലഹരിയിലിരിക്കുമ്പോൾ അവന്റെ ഫോൺ ശബ്ദിച്ചു. അഭി ഞെട്ടി എഴുന്നേറ്റു. അവൻ കണ്ണു തിരുമ്മി മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി. ആ നമ്പർ കണ്ടപ്പോൾ തന്നെ അവൻ കണ്ട സ്വപ്നത്തിന്റെ മൂടെല്ലാം പോയി. അത് അവന്റെ ഭാര്യ പല്ലവിയുടെ കസിൻ രമ്യയായിരുന്നു. അഭിയെ എപ്പോഴും അപമാനിക്കാൻ മാത്രം നോക്കുന്നവളായിരുന്നു രമ്യ. അഭി ഒന്ന് സംശയിച്ച് നിന്നതിന് ശേഷം ഫോൺ എടുത്തു. അപ്പോൾ അപ്പുറത്തു നിന്നും കളിയാക്കുന്ന തരത്തിലൊരു ശബ്ദം കേട്ടു. എന്താണളിയ, ഫുൾ ടൈം ഉറക്കം തന്നെയാണോ? അഭി മെല്ലെ പറഞ്ഞു. അത് ഒന്നുമില്ല, ഞാൻ. അപ്പോൾ രമ്യ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്റെ ഒരു നെക്ലസ് അവിടെ SS ജ്വല്ലറിയിലുണ്ട്. അവിടുന്ന് എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ തന്നെ അവിടെ പോയി അത് കളക്ട് ചെയ്യണം. എന്നിട്ട് അതും കൊണ്ട് ഇങ്ങോട്ട് വരണം. വേഗം വരണം. അത് കേട്ട് അഭിമന്യു മടിച്ചുകൊണ്ട് പറഞ്ഞു, രമ്യ, എനിക്കിപ്പോ ബാങ്കിൽ പോണം. രമ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നളിയ, എന്തിനാണ് വെറുതെ തിരക്കുണ്ടെന്ന് എന്റെ മുന്നിൽ കാണിക്കുന്നത്? വെറുതെ ഒഴിവ് കഴിവുകൾ പറയാതെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേ. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ മാല ഇവിടെ കിട്ടണം. അതുകൊണ്ട് മുങ്ങിക്കളയരുതിട്ടോ, നല്ല വിലയുള്ളതാ. അപ്പോൾ അഭി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കു രമ്യ, ഞാൻ ഇന്നവരെ ജീവിതത്തിൽ ഒരു സാധനവും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്റെ കാര്യത്തിൽ ഇത്ര സംശയം ഉണ്ടെങ്കിൽ മാല വാങ്ങിക്കൊണ്ടുവരാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ? അപ്പൊ രമ്യ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു, ഈ കുടുംബത്തിൽ നിനക്ക് ആരോടും തർക്കിക്കാൻ പോലും അനുവാദമില്ലെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, അത് കൃത്യമായി ഇവിടെ തന്നെ എത്തിക്കണം. ഓക്കെ, ബൈ. അതും പറഞ്ഞ് രമ്യ ഫോൺ കട്ട് ചെയ്തു. അഭി വെറുപ്പോടെ ഫോണിലേക്ക് നോക്കി. ശേഷം അവൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. എന്നിട്ട് വേഗം റെഡിയായി പുറത്തേക്കിറങ്ങി. അവൻ മുൻപിലേക്ക് നോക്കിയപ്പോൾ അവന്റെ അമ്മായിമ്മ മാലിനി അവിടെ തന്റെ ചില സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടി നടത്തുന്നത് കണ്ടു. അപ്പോൾ മാലിനിയുടെ കൂട്ടുകാരിൽ ഒരാൾ അവരുടെ ചെരുപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കു മാലിനി, ഇന്നിതാ നിന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഈ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി. ഇനി ഞാൻ എങ്ങനെ ഇതിട്ട് വീട്ടിലേക്ക് മടങ്ങും? അപ്പൊ മാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നീ ആദ്യം പാർട്ടി എൻജോയ് ചെയ്യേ. ഞാനൊരു വേലക്കാരനെ വിളിച്ച് ഇത് ശരിയാക്കിക്കാം. അയ്യോ, അതൊന്നും പറ്റില്ല. എന്റെ ചെരുപ്പ് വളരെ വിലയേറിയതാണ്. വേലക്കാരന്മാരെ ഒന്നും ഇതിന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വീട്ടിൽ പോവാൻ ഇനി എന്തു ചെയ്യും? അവരുടെ സംസാരം കേട്ട് മാലിനി ചിരിയോടെ പറഞ്ഞു, ഏയ്, ഞാൻ ഉദ്ദേശിച്ചത് വേലക്കാരനെയല്ല. വേലക്കാരനേക്കാൾ കുറച്ചുകൂടി മുകളിലാണ്. അവൻ ഈ ജോലിയൊക്കെ നന്നായി ചെയ്യും. ഞാൻ അവനെ വിളിക്കാം. മാലിനിയുടെ കണ്ണുകൾ അപ്പോൾ പുറത്തേക്ക് റെഡിയായി ഇറങ്ങി വരുന്ന അഭിമന്യുവിലായിരുന്നു. അവരബിയെ വിളിച്ചു. അബി, ഇങ്ങ് വാ, ഇവരുടെ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി. നീ ഇതൊന്ന് ശരിയാക്കി കൊടുത്തേ. അപ്പൊ മാലിനിയുടെ കൂട്ടുകാരി പറഞ്ഞു, മാലിനി, മരുമകനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നത്? മാലിനി അബിയുടെ മുന്നിൽ വെച്ച് തന്നെ അവരോട് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇവൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല പരിചയമാണ്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. മാലിനിയുടെ പരിഹാസത്തോടെയുള്ള വാക്കുകൾ അബിയുടെ ഹൃദയത്തിൽ തട്ടി. എന്നാൽ അവന് ഇതെല്ലാം കേട്ട് നല്ല ശീലമായിരുന്നു. സത്യത്തിൽ ഇന്ന് അബിയുടെ പിറന്നാളായിരുന്നു. പക്ഷേ അവനല്ലാതെ ആർക്കും അത് ഓർമ്മയില്ലായിരുന്നു. അവനതിൽ യാതൊരു പരിഭവമില്ല. അബി മാലിനിയോട് പറഞ്ഞു, രമ്യ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, ഞാൻ അതിനുവേണ്ടി പോവുകയാണ്. അവനത് പറഞ്ഞ ഉടൻ മാലിനി ദേഷ്യത്തോടെ പറഞ്ഞു, വെറുതെ തർക്കിച്ചു നിൽക്കാതെ വേഗം പറഞ്ഞ പണി ചെയ്താൽ മതി. അപ്പൊ മാലിനിയുടെ കൂട്ടുകാരി അവരുടെ പൊട്ടിയ ചെരുപ്പിന്റെ സ്ട്രാപ്പ് അബിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നന്നാക്കിയാ മതി. അതും പറഞ്ഞ് അവർ തന്റെ ചെരുപ്പൂരി അബിയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. അബി തലകുനിച്ച് ആ ചെരുപ്പിലേക്ക് നോക്കി. ആഗ്രഹമില്ലെങ്കിൽ പോലും ഇതെല്ലാം താൻ ചെയ്യേണ്ടി വരുന്നു എന്ന് അബി ചിന്തിച്ചു. മാലിനിയുടെ കൂട്ടുകാരെല്ലാം അവനെ പരിഹാസത്തോടെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവൻ അതെല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്, അവന്റെ ഭാര്യ പല്ലവിക്ക് വേണ്ടി. അബി മനസ്സിൽ പറഞ്ഞു, പല്ലവി, ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മറ്റെല്ലാം മറക്കും. അതും പറഞ്ഞ് അബി പുറത്തേക്കിറങ്ങി തന്റെ ബൈക്കിൽ കയറി. പോകുന്ന വഴിയിൽ അവന്റെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു മെസ്സേജ് വന്നു. അവൻ ബൈക്ക് നിർത്തി ഫോൺ എടുത്തു നോക്കി. എന്നിട്ട് ആ മെസ്സേജ് വായിച്ചു. ഇന്ന് നേരെ ഓഫീസിലേക്ക് വരാമോ? അത് വായിച്ചയുടൻ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ദിവസത്തെ മുഴുവൻ നെഗറ്റീവ് എനർജിയും ഇല്ലാതായതുപോലെ. ഇന്ന് ആദ്യമായാണ് പല്ലവി അവനോട് ഓഫീസിലേക്ക് വരാൻ പറയുന്നത്. അവന് തന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് പല്ലവി മാത്രമായിരുന്നു. അവളുടെ ചിരിയാണ് അവന്റെ ജീവൻ നിലനിർത്തുന്നത്.
അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും അവൻ തയ്യാറായിരുന്നു. മെസ്സേജ് വായിച്ചതും അബി പുഞ്ചിരിയോടെ സ്വയം പറഞ്ഞു, പല്ലവി, ഇന്നാണ് നീ ആദ്യമായി എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. ഇന്നെന്റെ പിറന്നാളാണെന്ന് മറ്റാരോർത്തില്ലെങ്കിലും നീ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അബി നേരെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ അവനൊരു പൂക്കട കണ്ടു. അവൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം ബൈക്ക് നിർത്തി. ശേഷം പേഴ്സ് എടുത്തു നോക്കി. അതിലൊരു 500 രൂപ നോട്ട് മാത്രം. അത് നോക്കിക്കൊണ്ട് അവൻ ആലോചിച്ചു, ഇന്നലെ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പണം എടുത്തല്ലോ. ഇനി പേഴ്സിൽ ഇതും കൂടിയേ ഉള്ളൂ. സാരമില്ല, പല്ലവിക്ക് വേണ്ടിയല്ലേ, അതിനേക്കാൾ വലിയ ആവശ്യം വേറെയില്ല. അബി ആ പണം കൊണ്ട് പല്ലവിക്ക് ഒരു മനോഹരമായ ബൊക്കെ വാങ്ങി. അപ്പോഴാണ് അവൻ രമ്യയും മാലിന്യവും പറഞ്ഞ ജോലികൾ ഓർമ്മ വന്നത്. അവൻ ബൈക്കിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെരുപ്പിലേക്ക് നോക്കി പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മായിയമ്മമാരും കസിൻസും എല്ലാം എന്നോട് ക്ഷമിക്കണം. തൽക്കാലം എനിക്ക് പല്ലവിയാണ് വലുത്. അവൾ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാനാവില്ല. മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കില്ല. അതും പറഞ്ഞ് അബി ആ ചെരുപ്പെടുത്ത് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു. ഇന്നവൻ ആദ്യമായാണ് തന്റെ അമ്മായച്ചൻ രവിചന്ദ്രന്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഇന്ന് തനിക്ക് അവിടെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടാവും എന്നാലോചിച്ച് അവൻ സന്തോഷിച്ചു. ഓഫീസിൽ എത്തിയ ഉടനെ അവൻ ബൈക്ക് നിർത്തി വേഗം അകത്തേക്ക് പോയി. പെട്ടെന്ന് അവൻ മുന്നിൽ നിന്ന് ഒരാളുമായി കൂട്ടിയിടിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ താഴെ വീണു. ബ്ലൂ കളർ സ്യൂട്ടും ബ്ലാക്ക് കണ്ണടയും ധരിച്ച ആ വ്യക്തി വളരെ ധനികനാണ് എന്ന് വ്യക്തമാണ്. ദേവ് ശർമ്മ എന്നായിരുന്നു അയാളുടെ പേര്. പല്ലവിയുടെ ക്ലയന്റായ അയാൾ അവളുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അയാൾ അബിയോട് ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, നിനക്കെന്താ കണ്ണ് കാണില്ലേ? ഇങ്ങനെയാണോ വരുന്നത്? സ്വന്തം അമ്മയുടെ വീടാണെന്ന മട്ടിലാ കേറി വരുന്നത്. നീ ആരാണ്? അബിയുടെ വില കുറഞ്ഞ വസ്ത്രങ്ങൾ കാരണം അവൻ അവിടുത്തെ ഒരു ജോലിക്കാരനോ ഓഫീസ് ബോയോ ആണെന്നാണ് അയാൾ വിചാരിച്ചത്. ദേവ് ശർമ്മ താഴെ കിടന്നിരുന്ന ബൊക്കയിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അത് തന്റെ കാൽ കീഴിൽ ചവിട്ടിയരച്ച് പുറത്തേക്ക് പോയി. അബി സങ്കടത്തോടെ തലകുനിച്ച് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അതേസമയം പല്ലവി തന്റെ ക്യാബിനിലെ ഗ്ലാസിനുള്ളിലൂടെ ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അബി പെട്ടെന്ന് പല്ലവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അപമാനമെല്ലാം ഒരു നിമിഷം മറന്നു. അവൻ സ്വയം പറഞ്ഞു, നിനക്കെന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാനിതാ നിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അബി പല്ലവിയുടെ ക്യാബിനിലേക്ക് കയറി. അവൾ പെട്ടെന്ന് പുറത്തേക്കുള്ള കർട്ടൻ വലിച്ചു താഴ്ത്തി. പക്ഷെ അവളുടെ കണ്ണുനീർ അബി കണ്ടിരുന്നു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, എന്താ നിനക്ക് പറ്റിയേ? ഇതൊക്കെ പോട്ടെ, എന്നെക്കുറിച്ചോർത്ത് നീ ഇത്ര ടെൻഷൻ അടിക്കണ്ട. എനിക്കിതൊക്കെ ശീലമായിപ്പോയി. അപ്പോൾ പല്ലവി ഉറക്കെ അവനോട് പറഞ്ഞു, ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോവാത്തത്? ദയവ് ചെയ്ത് ഇവിടുന്ന് പൊക്കോളൂ. പല്ലവിയുടെ വാക്കുകൾ കേട്ട അബിയിൽ ഒരു ഞെട്ടലുണ്ടായി. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ പല്ലവി തുടർന്നു, നീ എന്റെ ഭർത്താവല്ല, എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് നീ. സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ പപ്പ എന്നെ നിർബന്ധിച്ച് നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. നീ ഒരിക്കലും എന്റെ ഭർത്താവാൻ യോഗ്യനല്ലായിരുന്നു. ഇന്നും ഞാൻ നിന്നെ എന്റെ ഭർത്താവായി കാണുന്നില്ല. കണ്ണീരോടെ പല്ലവി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എവിടെ പോയാലും എനിക്ക് അപമാനമല്ലാതെ മറ്റൊന്നും നിനക്ക് തരാൻ സാധിക്കുന്നില്ല. നീ എന്റെ ജീവിതത്തിലെ ഒരു കളങ്കമാണ്. ഇനിയെങ്കിലും എന്നിൽ നിന്ന് അകന്നു പോ. അതും പറഞ്ഞ് പല്ലവി ക്യാബിനിൽ നിന്നും ഇറങ്ങി. എനിക്ക് നിന്നെ മനസ്സിലാവും. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായും നീ എന്നെ മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അന്ന് ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരും. നീ എന്റേത് മാത്രമാണ്. എന്നെങ്കിലും ഒരിക്കൽ നീ അത് തിരിച്ചറിയും. അതും പറഞ്ഞ് അബി ബൈക്കിലേക്ക് കയറിയിരുന്നു. അപ്പോൾ വലിയ വില കൂടിയ ഒരു ബ്ലാക്ക് ആഡംബര കാർ അവന്റെ മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്ന് മധ്യവയസ്കനായ ഒരാൾ പുറത്തേക്കിറങ്ങി. അയാൾ അബിയുടെ അടുത്തേക്ക് ചെന്നു. അവനാകെ ഞെട്ടി നിന്നു. ആ മനുഷ്യൻ അബിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു, ഹലോ യങ് മാൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കമ്പനി, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പിള്ളൈ ഗ്രൂപ്പ്, ആ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വരൂ, ബിസിനസിന്റെ എല്ലാ ചുമതലയും നിങ്ങൾ ഏറ്റെടുക്കാൻ സമയമായി. പല്ലവിയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ അബി മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, വക്കീലെന്താ ഇവിടെ? സ്വർണ്ണ കണ്ണട വെച്ച വളരെ ധനികനായ ഒരു മനുഷ്യൻ അഭിമന്യുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹലോ യങ് ബോയ്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എനിക്ക് പോലും ഇപ്പോൾ നിന്നോട് അധികം തർക്കിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ നിന്റെ അച്ഛന്റെ വെറും സേവകൻ മാത്രമാണ്. നിങ്ങളുടെ കുടുംബവക്കീലായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിന്നെ അറിയിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കണം. അബി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, നേരെ കാര്യത്തിലേക്ക് കടക്കാം. എനിക്കിങ്ങനെ വളഞ്ഞു പിടിച്ച് പറയുന്നത് ഇഷ്ടമല്ല. അത് കേട്ടു നിൽക്കാനുള്ള സമയമില്ല. വാസുദേവൻ വക്കീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ, കാര്യത്തിലേക്ക് കടക്കാം. നിന്റെ അച്ഛൻ നീ വന്ന് അവരുടെ ബിസിനസ് ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നിന്നോട് നേരിട്ട് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം ഇനി മുതൽ നീയാണ് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ആ വാക്കുകളിലൊന്നിലും
അബി വീണില്ല. അവൻ വീണ്ടും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, അയാളുടെ വാക്കുകൾ കേട്ടാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ അയാളുടെ അവിഹിത ബന്ധത്തിലെ മകൻ മാത്രമാണ്. പിന്നെന്തിനാണ് ഞാനിതെല്ലാം ഏറ്റെടുക്കേണ്ട ആവശ്യം? അന്ന് എന്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അയാളോട് സഹായം ചോദിക്കാൻ ചെന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന അച്ഛൻ ഒരു മീറ്റിംഗിന്റെ തിരക്കിലാണ് എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അത് കാരണം എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ആ ആളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. വക്കീലിന് ഇവിടുന്ന് പോവാം. ഇത് കേട്ട വക്കീൽ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അബി, നിന്റെ അച്ഛൻ ഒരു ശാഠ്യക്കാരനാണെന്ന് നിനക്കും അറിയാം. അവര് വിചാരിച്ചാൽ ആരെയും ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് വെറുതെ അദ്ദേഹത്തെ പിണക്കാൻ നിൽക്കണ്ട. നിനക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നീ മറക്കണം. ഇപ്പം നിനക്ക് അർഹമായതെല്ലാം തരാൻ തയ്യാറായാണ് നിന്റെ അച്ഛൻ നിൽക്കുന്നത്. നീ അത് സ്വീകരിക്കണം. എന്നാൽ അബി തന്റെ അന്തിമ തീരുമാനം പറയുന്നത് പോലെ പറഞ്ഞു, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തിരികെ പോയിക്കോളൂ. അയാളുടെ സമ്പത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പോയി പറഞ്ഞേക്ക്. ഇനി അവരെന്തൊക്കെ തന്നാലും എന്റെ അമ്മ എനിക്ക് തിരികെ കിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ സ്വത്തും പണവും എനിക്ക് എന്തിനാണ്? പിന്നെ അബദ്ധത്തിൽ പോലും ഞാൻ പിള്ളൈ കുടുംബത്തിലെ ആളാണെന്നും പിള്ളൈ ഗ്രൂപ്പ് ഉടമയുടെ മകനാണെന്നും ആരും അറിയരുത്. ആ ഒരു ബന്ധവും എനിക്ക് വേണ്ട. അതും പറഞ്ഞ് അബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോയി. വാസുദേവൻ അവൻ പോകുന്നതും നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് ഫോണെടുത്ത് അബിയുടെ അച്ഛനെ വിളിച്ചു. മറുവശത്ത് ഫോണെടുത്തതും വാസുദേവൻ പറഞ്ഞു, അബി, നിങ്ങൾ പറഞ്ഞ കാര്യം സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മറുവശത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു, എനിക്ക് അവനെ ഇവിടെ കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ കാര്യം നടന്നിരിക്കണം. അത് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. വാസുദേവൻ എന്തോ ആലോചിച്ച ശേഷം അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ സ്വയം പറഞ്ഞു, അഭിമന്യു, നീ എന്റെ കൂടെ വന്നിരിക്കും. അബി അപ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു. ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അബി ചുറ്റുപാട് നോക്കിയ ശേഷം പറഞ്ഞു, പല്ലവിയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യം. എന്നാലും ഇനി എപ്പം മടങ്ങി വരുമോ ആവോ. അപ്പോൾ പെട്ടെന്ന് അബിയുടെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് മാലിനിയുടെ കോളായിരുന്നു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ അപ്പുറത്ത് നിന്നും ദേഷ്യത്തോടൊരു ശബ്ദം കേട്ടു, നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? നീ കാരണം ഞാൻ ഇന്നെന്റെ കൂട്ടുകാർക്കിടയിൽ അപമാനിക്കപ്പെട്ടു. നിന്റെ ഫോണിലേക്ക് ഞാൻ കുറെ വിളിച്ചു നോക്കിയല്ലോ, കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നതാണ്. അബി അപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ പല്ലവി വിളിച്ചിട്ട് പോയതായിരുന്നു. അതാ പിന്നെ. അത് കേട്ട മാലിനി പറഞ്ഞു, എന്നാൽ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. എന്നാൽ പല്ലവി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് അബി പറഞ്ഞു. വന്നിട്ടില്ലെന്നോ? അപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവളെവിടെ? മാലിനിയുടെ ചോദ്യം കേട്ട് അബി പറഞ്ഞു, അവൾ ഒരു ക്ലയന്റിന്റെ കൂടെ പോയതാണ്. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ട് മാലിനി ദേഷ്യത്തോട് അലറി, ക്ലയന്റിനൊപ്പം പോയെന്നോ? സമയം രാത്രിയായല്ലോ. ഈ സമയമായിട്ടും അവൾ എവിടെ പോയതാ? നീ അവളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അതാവും അവൾ നിന്റെ കൂടെ വരാതിരുന്നത്. നിനക്കൊരു നല്ല മരുമകനാവാൻ ഏതായാലും കഴിഞ്ഞില്ല. നല്ല ഭർത്താവെങ്കിലും ആയിക്കൂടെ? പോയി അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വാ. 1 മണിക്കൂറിനുള്ളിൽ അവൾ വീട്ടിലെത്തിയിരിക്കണം. അതും പറഞ്ഞ് മാലിനി ഫോൺ കട്ട് ചെയ്തു. അവിവേഗം പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തോ പേടി തോന്നി. പിന്നെയും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു. അവൻ ആകെ അസ്വസ്ഥതയോടെ പുറത്തേക്കിറങ്ങി. ദേവ് ശർമ്മയുടെ കൂടെയാണ് പല്ലവി പോയതെന്ന് അബിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അയാളെക്കുറിച്ച് അവന് കൂടുതലായി ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും അയാൾ പല്ലവിയുടെ ക്ലയന്റ് ആണെന്നും അയാൾക്ക് ടൗണിൽ ഒരു നൈറ്റ് ക്ലബ് ഉണ്ടെന്നും പല്ലവി പറഞ്ഞത് അബിക്ക് ഓർമ്മ വന്നു. അവൻ നേരെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിട്ടു. അല്പസമയത്തിനകം അബി ദേവ് ശർമ്മയുടെ നൈറ്റ് ക്ലബിന് മുന്നിലെത്തി. അവൻ ബൈക്ക് അവിടെ നിർത്തി അകത്തേക്ക് കയറി. അകത്ത് വലിയ ശബ്ദമേളമായിരുന്നു. ആളുകളെല്ലാം മദ്യപിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അബി ചുറ്റും നോക്കി. ആ ബഹളത്തിനിടയിൽ പല്ലവി അവിടെ എവിടെയും കണ്ടില്ല. ഇനി ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ എന്ന് സംശയിച്ച് അബി പോവാനായി തിരിഞ്ഞതും തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. പല്ലവിയല്ലേ അത്? അബി സംശയത്തോടെ അങ്ങോട്ടോടി. ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നതും ദേവ് ശർമ്മ പല്ലവിയെ മദ്യം കുടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ പാതി ബോധത്തിൽ അത് തട്ടിമാറ്റാൻ നോക്കുന്നുണ്ട്. അബി ആകെ ഷോക്കായി. അവനെ കണ്ടതും ദേവ് ശർമ്മ ഉറക്കെ അലറി, നീയോ? നീ എങ്ങനെ ഇവിടെ? അബിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ ദേവിന്റെ അടുത്തേക്ക് നീങ്ങി അയാളുടെ കവിളിൽ ശക്തിയായി അടിച്ചു. അയാളുടെ കൈയും കാലും പേടിയോടെ വിറയ്ക്കാൻ തുടങ്ങി. പല്ലവി അപ്പോഴേക്കും ബോധം പോയി നിലത്തേക്ക് വീണിരുന്നു. അബി അവളെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ദേവ് ശർമ്മ, ഞാൻ പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടി അവളുടെ ഭർത്താവാണ്. നീ അവളുടെ ക്ലയന്റ് ആയതുകൊണ്ട് തെറ്റായി ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിലാണ് ഇവിടെ തന്റെ കൂടെ വന്നത്. എന്നിട്ട് നീ എന്തായി ചെയ്തത്? ഇപ്പോ ഇവിടെ വെച്ച് നിന്നെ കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ പല്ലവി ഈ അവസ്ഥയിലായതുകൊണ്ടാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് പല്ലവി തന്നെ തീരുമാനിക്കട്ടെ. തൽക്കാലം ഞാൻ ഇവളെയും കൊണ്ട് പോകുന്നു. അതും പറഞ്ഞ് അബി പല്ലവിയെയും കയ്യിലെടുത്തുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. ദേവ് ശർമ്മ കവളിൽ കൈവച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. വീട്ടിലെത്തിയ അബി അവളെയും കൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തി.
പല്ലവി അപ്പോഴും കണ്ണടച്ചു തന്നെ കിടക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്ന ഒന്നും അവൾ അറിഞ്ഞതേയില്ല. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് അബിക്ക് വല്ലാത്ത പ്രണയം തോന്നി. അവൻ പല്ലവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി നിന്നെ അവസ്ഥയിൽ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ലല്ലോ മോളെ. അതുകൊണ്ട് നീ ഒന്ന് എന്നോട് ക്ഷമിക്ക്. ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അതും പറഞ്ഞ് അബി പല്ലവിയുടെ മുടിയിൽ തഴുകാൻ തുടങ്ങി. എന്നാൽ പല്ലവി ഇതൊന്നും അറിയാതെ മയങ്ങിക്കിടക്കുകയായിരുന്നു. പല്ലവി അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അബിക്ക് അവളുടെ മുഖത്ത് ചുംബിക്കാൻ തോന്നി. എന്നാൽ അവൾ ഉറങ്ങുകയാണെങ്കിൽ പോലും അവനതിനുള്ള ധൈര്യമില്ലായിരുന്നു. അബി ഒരു പുതപ്പെടുത്ത് അവളുടെ മേലിട്ടുകൊടുത്തു. എന്നിട്ടൊരു തലയണ കയ്യിലെടുത്ത് അടുത്തുള്ള സോഫയിൽ കിടന്നു. പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് അബി മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ അബി നേരത്തെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോഴാണ് പല്ലവി എഴുന്നേറ്റത്. പെട്ടെന്ന് അബി അവളുടെ മുറിയിൽ അങ്ങനെ കണ്ടപ്പോൾ പല്ലവി ഉറക്കെ നിലവിളിച്ചു, ഞാനെങ്ങനെ ഇവിടെ വന്നു? എന്റെ കൂടെ കിടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അയ്യേ! പല്ലവി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അബി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. തന്നെ രക്ഷിച്ചതിന് ഇപ്പോൾ നന്ദി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അബിക്ക് പല്ലവിയുടെ ദേഷ്യമാണ് കാണാൻ കഴിഞ്ഞത്. പല്ലവി തുടർന്നു, നമ്മൾ രണ്ടുപേരും ഒരു മുറിയിൽ കിടന്നുറങ്ങാറില്ലെന്ന് അറിയുന്നതല്ലേ, പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ വന്നു? അപ്പോൾ അബി പറഞ്ഞു, പല്ലവി, ഇന്നലെ രാത്രി ഉണ്ടായതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ആ ദേവ് ശർമ്മ നിനക്ക് മദ്യം തരുന്നതിനിടയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അയാളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു. മദ്യം അകത്ത് ചെന്ന് നീ ബോധം പോയ നിലയിലായിരുന്നു അപ്പോൾ. അതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് കിടത്തണ്ട എന്ന് വിചാരിച്ച് ഞാനും ഇവിടെ തന്നെ കിടന്നത്. അതും നിന്റെ കൂടെയല്ല, ഇവിടെ സോഫയിൽ. അബിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് പല്ലവിക്ക് തലേന്ന് രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മ വന്നത്. ദേവ് ശർമ്മ തനിക്ക് കുടിക്കാൻ തന്ന ജ്യൂസിൽ എന്തോ കലക്കിയതുപോലെ തോന്നിയിരുന്നു. പിന്നെ പാതി ബോധത്തിലായതുകൊണ്ട് തന്നെ ഒന്നും ഓർമ്മയില്ല. എങ്കിലും അബി അപ്പോൾ അവിടേക്ക് വന്നത് ചെറിയ ഓർമ്മ പോലെ അവൾക്ക് തെളിഞ്ഞു വന്നു. പല്ലവിക്ക് കുറ്റബോധം തോന്നി. അവൾക്ക് സ്വയം ദേഷ്യം തോന്നിയെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. വിഷയം മാറ്റാൻ വേണ്ടി അവൾ വേഗം പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. എന്നുവെച്ച് അത് മുതലെടുത്ത് എന്റെ കൂടെ ഒരു മുറിയിൽ നീ കിടന്നില്ലേ? അവൾ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുകയാണെന്ന് അബിക്ക് മനസ്സിലായി. അവൻ പക്ഷേ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അബി പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കിയത്. പല്ലവി വേഗം അവളുടെ വസ്ത്രം നേരെയാക്കി ബെഡിൽ നിന്നും താഴേക്കിറങ്ങി. അബി വേഗം കണ്ണെടുത്തു. അവന് പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. പല്ലവി സ്വയം പറഞ്ഞു, ആ ദേവ് ശർമ്മ ഇത്രയ്ക്ക് മോശം വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നോക്കട്ടെ. എന്നിട്ട് അവൾ നേരെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. നീ കാരണം ഇന്ന് രാവിലെ തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട ജോലികൾ മറന്നു. നിനക്ക് എന്നെ ഒന്ന് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? കുറച്ചു മുൻപ് താൻ ഈ മുറിയിൽ കിടന്നതിന് വഴക്ക് പറഞ്ഞ പല്ലവി തന്നെയാണല്ലോ ഇതെന്നോർത്ത് അബി അന്തം വിട്ടു നിന്നു. ചില നേരം അവൾക്ക് കുട്ടികളുടെ സ്വഭാവമാണെന്നും അവൻ ആലോചിച്ചു. പല്ലവി നേരെ അവളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ഇമെയിൽ കണ്ട് അവൾ ഞെട്ടി. അവൾ പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇതെങ്ങനെ? എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ അത് റിജക്ട് ചെയ്തത്? പെട്ടെന്ന് പല്ലവിയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ നോക്കിയപ്പോൾ മുത്തശ്ശനായിരുന്നു. സീചന്ദ് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹമായിരുന്നു. പല്ലവി ഫോൺ അറ്റൻഡ് ചെയ്യാൻ മടിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുത്തശ്ശൻ വളരെ കർക്കശക്കാരനാണെന്നും ഫോൺ എടുത്താൽ എന്തെങ്കിലും വഴക്ക് കേൾക്കേണ്ടി വരുമെന്നും പല്ലവിക്ക് അറിയാമായിരുന്നു. കുറച്ചു സമയത്തെ റിങ്ങിന് ശേഷം അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. കുറച്ചു സമയം അവൾ അപ്പുറത്തെ സംസാരം കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് പല്ലവിയുടെ കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴെ വീണു. അവളാകെ ഷോക്കായ പോലെ നിന്നു. എന്തായിരിക്കും ഫോണിൽ പറഞ്ഞത്? മുത്തശ്ശൻ വിളിച്ചപ്പോൾ പല്ലവി പേടിയോടെയാണ് ഫോൺ എടുത്തത്. അപ്പോൾ മറുവശത്തു നിന്നും ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടു. പല്ലവി, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഞാൻ നിന്നിൽ നിന്നും തിരിച്ചെടുക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നിന്ന് നീ വിട്ടുനിൽക്കുകയും വേണം. സീചന്ദ് കൺസ്ട്രക്ഷനുമായി നിനക്ക് ഇനി ഒരു ബന്ധവുമില്ല. ഇത് കേട്ടതും പല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. മുത്തശ്ശന്റെ ഈ തീരുമാനം അവളെ ഞെട്ടിച്ചു. പല്ലവിയുടെ മുഖത്തെ ഭാവം കണ്ട് അബി ഓടി വന്ന് ചോദിച്ചു, എന്തുപറ്റി പല്ലവി? ആരാണ് വിളിച്ചത്? ലാപ്ടോപ്പ് സ്ക്രീനിൽ അപ്പോഴും ആ മെയിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് പല്ലവി പറഞ്ഞു, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ മെയിൽ കണ്ടില്ലേ? അതിനി നടക്കില്ല. ഈ മെയിൽ കാരണം അവരെന്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു. ഇനി ആ പ്രൊജക്ട് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുകയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതുകൂടാതെ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും മുത്തശ്ശൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ട് അബി ചോദിച്ചു, അതെങ്ങനെ നടക്കും? ഒരു പ്രോജക്റ്റ് നടന്നില്ല എന്ന് വെച്ച് എങ്ങനെ ഒരാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനാകും? അവർ അംഗീകാരം നൽകാത്തതിന് നീ എന്ത് പിഴച്ചു? പല്ലവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ സ്വന്തമായി കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതാണ്. അപ്പോൾ അബി പറഞ്ഞു, എന്തായാലും നമുക്ക് മുത്തശ്ശനെ കണ്ട് നേരിട്ട് ഈ കാര്യം സംസാരിക്കാം. ഇത്രയും വലിയൊരു തീരുമാനം ഫോണിലൂടെ എടുക്കാൻ പറ്റില്ല. എല്ലാം നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. എന്നാൽ അബിയുടെ വാക്ക് കേട്ടിട്ടും ഒന്നും പറയാതെ പല്ലവി അവിടുന്ന് പോവാൻ തുടങ്ങി.
അപ്പോൾ അബി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പല്ലവി, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ നീയും അതുതന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണല്ലോ എല്ലാവരും നിന്നോട് പറയുന്നത്. പക്ഷെ അങ്ങനെ എല്ലാറ്റിനും മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? പല്ലവി തിരിഞ്ഞ് അബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഓ, അപ്പൊ നീ സ്വയം ഒരു മിടുക്കനാണെന്നാണോ പറയുന്നത്? അബി പറഞ്ഞു, ആദ്യം നീ എന്റെ കൂടെ മുത്തശ്ശന്റെ അടുത്തേക്ക് വാ, എന്നിട്ട് സംസാരിക്കാം. പല്ലവി ആദ്യം അവനൊന്ന് തുറിച്ചു നോക്കി നിന്നു. പിന്നെ എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു, ശരി, പോവാം. പല്ലവിയും അബിയും സീചന്ദ് കമ്പനിയുടെ ഓഫീസിലേക്ക് പോയി. കുറച്ചു സമയത്തിനുള്ളിൽ അവർ പല്ലവിയുടെ മുത്തശ്ശന്റെ മുറിയിലേക്ക് കയറി. അവളെ കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു, നോക്കു പല്ലവി, ബിസിനസ് കാര്യങ്ങളിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് നിനക്കറിയാമല്ലോ. ഒരു നിമിഷത്തെ ദേഷ്യമോ വികാരമോ കൊണ്ടല്ല ഞാൻ ആ തീരുമാനമെടുത്തത്. നമ്മുടെ കമ്പനിയുടെ ഒരു വലിയ സ്വപ്നമാണ് ആ ബിൽഡിംഗ് പ്രൊജക്ട്. അതിന് നിനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്നും അത് തിരിച്ചെടുക്കുന്നത്. അതിനി ഞാൻ സതീഷിനെ ഏൽപ്പിക്കുകയാണ്. നിനക്കിനി വീട്ടിൽ സുഖമായി ഇരിക്കാം. ഇത് കേട്ട പല്ലവി ഞെട്ടിപ്പോയി. കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവമാണെന്ന് അവൾ അറിഞ്ഞില്ല. പല്ലവി പറഞ്ഞു, പക്ഷെ മുത്തശ്ശ, ഈ പ്രൊജക്ട് എന്റെ ഒരു സ്വപ്നമാണ്. ഒരു തവണ അപ്രൂവൽ കിട്ടിയില്ല എന്ന് വെച്ച് എന്നെക്കൊണ്ടത് കഴിയില്ല എന്ന് പറയരുത്. ഈ പ്രൊജക്ടിന് അപ്രൂവൽ വാങ്ങിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എന്തായാലും സതീഷിന് ഇത് കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് അവസാനമായി ഒരു ചാൻസ് കൂടി തരണം. മുത്തശ്ശൻ പല്ലവി ഒന്ന് നോക്കി. എന്നിട്ട് എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് ഇന്ന് തന്നെ ചെയ്യണം. പല്ലവി വേഗം സമ്മതിച്ചുകൊണ്ട് അബിയും കൊണ്ട് പുറത്തേക്കിറങ്ങി. സതീഷ് പല്ലവിയുടെ കസിനായിരുന്നു. പല്ലവി എങ്ങനെയെങ്കിലും ബിസിനസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അവളെ പുറത്താക്കി ഒരു ദിവസം ഇതിന്റെ എല്ലാം ചാർജ് തനിക്ക് കിട്ടണം എന്നതായിരുന്നു സതീഷിന്റെ സ്വപ്നം. അവന്റെ അച്ഛൻ സായി ചന്ദ്രനും അവന് ഇതിൽ നല്ല പിന്തുണ നൽകുന്നുണ്ട്. പല്ലവിയും അബിയും വേഗം മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ഓഫീസിലെത്തി. അവിടെ നിന്നാണ് ഈ പ്രൊജക്ടിന്റെ അപ്രൂവൽ വാങ്ങേണ്ടത്. ഇന്ന് തന്നെ അത് വാങ്ങിയില്ലെങ്കിൽ എല്ലാം തകരും എന്നവർക്ക് അറിയാമായിരുന്നു. അബിയും പല്ലവിയും അവിടെ എത്തിയപ്പോൾ സതീഷ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ട് അവർ ഞെട്ടി. സതീഷ് പല്ലവിയെ നോക്കി ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ആ പല്ലവി, നീ അപ്രൂവൽ വാങ്ങാൻ വന്നതാവും അല്ലേ? പക്ഷെ മോളെ, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ആ ഓഫീസറെ ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി നീ എന്താണ് ചെയ്യുന്നത് എന്നെനിക്കൊന്ന് കാണണം. എന്തായാലും അകത്തേക്ക് ചെല്ല്. പല്ലവി സതീഷിനെ ഒന്ന് നോക്കി അബിയുടെ കൂടെ അകത്തേക്ക് പോയി. അപ്പോഴവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവൾ അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു, മിസ്റ്റർ സക്സേന, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സക്സേന എന്നയാൾ തല ഉയർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു, മിസ്സസ് പല്ലവി, പറയൂ, എന്താ ഇവിടെ വന്നത്? അബി അപ്പോൾ അവിടെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. പല്ലവി അപ്പോൾ സക്സേനയോട് പറഞ്ഞു, ഞങ്ങളുടെ സീചന്ദ് കമ്പനി ടൗണിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ പേപ്പേഴ്സും ഞാൻ പ്രസന്റ് ചെയ്തതാണല്ലോ. എല്ലാ നിയമങ്ങളും പാലിച്ചതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കാതിരുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ പെട്ടെന്ന് പല്ലവിയുടെ പിറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഞാനാണ് അത് അപ്രൂവൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. പല്ലവി തിരിഞ്ഞു നോക്കി. ആ സ്ത്രീയെ കണ്ട് അവൾ ഞെട്ടി. പല്ലവി പറഞ്ഞു, കാവ്യ, നീ ഇവിടെ? മറുപടിയായി കാവ്യ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ തന്നെ. ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഈ സക്സേന എന്റെ ഭർത്താവാണ്. പല്ലവി രണ്ടുപേരെയും മാറി മാറി നോക്കി. അപ്പോൾ കാവ്യ തുടർന്നു, ഞങ്ങളുടെ അപ്രൂവൽ കിട്ടിയാലല്ലേ നിനക്ക് ഈ പ്രൊജക്ട് തുടങ്ങാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. നീ വലിയ പണക്കാരിയല്ലേ, അതുകൊണ്ട് നീ പണം കൊടുത്ത് ഇതെല്ലാം നേടാൻ കഴിയുമോ എന്ന് നോക്ക്. എന്റെ ഭർത്താവായിട്ട് ഇത് ചെയ്തു തരും എന്ന് വിചാരിക്കണ്ട. പല്ലവി അവളോട് പറഞ്ഞു, കാവ്യ, അന്ന് സംഭവിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ബുദ്ധിയില്ലാതെ പറഞ്ഞതാണ്. ദയവ് ചെയ്ത് ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത്. അപ്പോൾ കാവ്യ ഇടയിൽ കയറി പറഞ്ഞു, എനിക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല പല്ലവി. എന്റെ കല്യാണം നിശ്ചയിച്ച ദിവസം ഞാൻ വളരെ സന്തോഷത്തോടെ എന്റെ എല്ലാ കൂട്ടുകാരോടും ഈ വിവരം പറഞ്ഞു. അന്ന് നീ എന്നെ കളിയാക്കി, ജോലിയില്ലാത്ത ഭർത്താവ് എന്ന് പറഞ്ഞ്. അത് കേട്ട് അന്ന് എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി ചിരിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി. അത് കേട്ട പല്ലവി പറഞ്ഞു, അതൊക്കെ അന്നത്തെ ബുദ്ധിയില്ലാത്ത കാലത്തല്ലേ. അതെല്ലാം ഓർത്ത് എനിക്ക് തന്നെ ഇപ്പൊ സ്വയം ലജ്ജ തോന്നുന്നുണ്ട്. അവിടെയുള്ള മുഴുവൻ സ്റ്റാഫും അബിയും എല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അബിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ കാവ്യ പറഞ്ഞു, ഇപ്പോൾ ലജ്ജ തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. അന്നത്തെ ആ പ്രതികാരം എനിക്ക് ഇന്ന് തീർക്കണം. അപമാനത്തിന് പകരം അപമാനം മാത്രമേ ഉണ്ടാകൂ എന്ന് നീ മനസ്സിലാക്കണം. പല്ലവി സംശയ കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എങ്ങനെ പ്രതികാരം? കാവ്യ അബിയെ നോക്കി പറഞ്ഞു, ഇവൻ നിന്റെ ഭർത്താവല്ലേ, എന്താണ് ഇവന്റെ ജോലി? എന്റെ ഭർത്താവിനോട് തുല്യമായി നിൽക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഇവനുണ്ടോ? നിന്റെ വീട്ടിലല്ലേ ഇവൻ താമസിക്കുന്നത്? പല്ലവി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, കാവ്യ, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. കാവ്യ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞതാ പല്ലവി. ശരി, നിനക്ക് അപ്രൂവൽ തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്റെ ഭർത്താവടക്കം ഇവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളുടെയും മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കൈകൂപ്പി അപേക്ഷിച്ചാൽ മതി. അപ്രൂവൽ തരണേ, അപ്രൂവൽ തരണേ എന്ന് അപേക്ഷിച്ചാൽ ചിലപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കും.
കാവ്യ പ്ലീസ്, പല്ലവി ഉറക്കെ പറഞ്ഞു. എന്നാൽ കാവ്യ ഒട്ടും കുലുങ്ങിയില്ല. പുറത്തേക്കുള്ള വഴി അവിടെയാണ് പല്ലവി. പല്ലവി നിസ്സഹായതയോടെ വാതിലിന് പുറത്തേക്ക് കടന്നു. അവിടെ അവളെ കാത്ത് സതീഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അയ്യോ പറ്റിയില്ലല്ലേ, സങ്കടായി പോയല്ലോ. ഇനി എന്തായാലും ഈ പ്രൊജക്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചാ മതി. ആ ഇനിയിപ്പൊ കമ്പനിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. പാവം. അല്ല, നിന്റെ ഭർത്താവ് എവിടെ പോയി? കമ്പനി സ്ഥാനം ഒന്നും ഇല്ല എന്ന് കേട്ടപ്പോ മുങ്ങിയോ? അപ്പോഴാണ് അഭി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് പല്ലവി ശ്രദ്ധിച്ചത്. അവൾ വീണ്ടും അകത്തേക്ക് നോക്കി. ഗ്ലാസ്സിലൂടെ അകത്തെന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി കാണാമായിരുന്നു. അതുകണ്ട് പല്ലവി ഞെട്ടിപ്പോയി. അകത്ത് അഭി മുഴുവൻ സ്റ്റാഫിന്റെ മുന്നിലും കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാവ്യ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവൾ പല്ലവിയെ കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാഗ്യവതിയാണ് കേട്ടോ. നിന്റെ ഭർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാണല്ലോ. കൺഗ്രാറ്റ്സ്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നിങ്ങൾക്ക് അപ്രൂവൽ തരും. അത് കേട്ട് സതീഷ് പിറകിൽ നിന്ന് പറഞ്ഞു, അതെങ്ങനെ പറ്റും? ഞാൻ നിങ്ങളുടെ ഭർത്താവിന് പണം നൽകിയതല്ലേ? കാവ്യ എപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പണം നിനക്ക് ഞങ്ങൾ തിരികെ തരും. എനിക്ക് എന്റെ പ്രതികാരമാണ് കൂടുതൽ പ്രധാനം. അതും പറഞ്ഞ് കാവ്യ മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും അഭി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പല്ലവി അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ആരാണെന്നോ നിന്റെ വിചാരം? ആരോട് ചോദിച്ചിട്ടാണ് നീ ഇത് ചെയ്തത്? നിന്നെ ഇങ്ങനെ അപമാനിച്ച് എനിക്ക് ഈ പ്രൊജക്ട് നേടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അഭി ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. പല്ലവി കണ്ണീരോടെ പറഞ്ഞു, എന്തായാലും നമുക്കിവിടുന്ന് പോവാം. അതും പറഞ്ഞ് പല്ലവി മുന്നോട്ട് നടന്നു. കുറച്ചു സമയം കൊണ്ട് അഭിയും പല്ലവിയും വീട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിലെത്തിയപ്പോഴേക്കും പല്ലവിക്ക് മുത്തശ്ശന്റെ കോൾ വന്നു. മോളെ പല്ലവി, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നീ അപ്രൂവൽ നേടിയെടുത്തല്ലേ? നിന്റെ ഈ വിജയം ആഘോഷിക്കാൻ ഞാൻ ഇന്ന് നമ്മുടെ പഴയ ആ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു, ശരി മുത്തശ്ശ, ഞങ്ങൾ വരാം. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവളുടെ സന്തോഷം കണ്ട് അഭി ചോദിച്ചു, എന്താ പറ്റിയത്? പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു, മുത്തശ്ശൻ ഇന്ന് ഞങ്ങളുടെ പഴയ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പെട്ടെന്ന് അല്പം ഗൗരവത്തോടെ പറഞ്ഞു, അതായത് എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ടുവിടാൻ നീയും വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പല്ലവിയുടെ ഉള്ളിൽ അഭിയും കൂടെ വരണമെന്നാണെന്ന് അവന് മനസ്സിലായി. അവന് സന്തോഷം തോന്നി. പക്ഷേ അവനത് മുഖത്ത് കാണിച്ചില്ല. രണ്ടുപേരും വേഗം പാർട്ടിയിലേക്ക് പോയി. അഭിയെയും പല്ലവിയെയും അവിടെ കണ്ടപ്പോൾ രമ്യയുടെയും സതീഷിന്റെയും മനസ്സിൽ ചില പ്ലാനുകൾ നടക്കുന്നുണ്ടായിരുന്നു. രമ്യ സതീഷിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ അഭിയോടൊരു കാര്യം പറഞ്ഞിട്ട് അവനത് ചെയ്തില്ല. ഈയിടെയായിട്ട് അവൻ വല്ലാതെ തലയിൽ കയറുന്നുണ്ട്. സതീഷ് തന്റെ ഗ്ലാസ്സിലുള്ള ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരിയാണ്. എന്തായാലും എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഇവിടെ കൂടി എല്ലാവരും ഇവരെ കളിയാക്കും. അതിനുള്ള പ്ലാനാണ്. നീയും എന്റെ കൂടെ നിൽക്കണം. രമ്യ സംശയത്തോടെ സതീഷിനെ നോക്കി. എന്താണ് സതീഷിന്റെ മനസ്സിലെ പ്ലാൻ? അപ്പോൾ സതീഷിന്റെ കണ്ണ് അഭിയിൽ നിന്നും കുറച്ചു മാറി നിന്ന പല്ലവിയിൽ പതിഞ്ഞു. അപ്പോഴാണ് രമ്യയുടെ ഭർത്താവ് അർജുൻ പല്ലവിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടത്. അർജുൻ പല്ലവിയെ പ്രണയിച്ചിരുന്നു. എന്നാൽ അവന് രമ്യയാണ് വിവാഹം ചെയ്യാൻ സാധിച്ചത്. എങ്കിലും പല്ലവിയോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും അർജുൻ പാഴാക്കിയിരുന്നില്ല. പല്ലവിയാണെങ്കിൽ ഒരിക്കൽ പോലും അർജുനെ ശ്രദ്ധിച്ചതുപോലുമില്ല. അങ്ങനെ അഭി ഒറ്റയ്ക്കായ സമയത്ത് സതീഷ് രമ്യയോട് പറഞ്ഞു, അഭി ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ? അതും പറഞ്ഞ് സതീഷ് തന്റെ കയ്യിലൊരു ഗ്ലാസുമായി അഭിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ദൂരെ നിന്ന് അല്പ ഉച്ചത്തിൽ പറഞ്ഞു, അഭി, പുതിയ സ്യൂട്ടൊക്കെ ആണല്ലോ. ഇപ്പോ നല്ല ലുക്കിലാണല്ലോ നടത്തം. ഭാര്യയുടെ കാശുകൊണ്ട് ജീവിക്കുമ്പോ എന്തോ ആവാലോ. അല്ലെങ്കിൽ ഇത്രയും വില കൂടിയ വസ്ത്രമൊന്നും നിനക്ക് ധരിക്കാൻ സാധിക്കില്ലല്ലോ. അത് കേട്ട് ചുറ്റും നിന്ന പലരും അഭിയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ രമ്യയും കയ്യിലൊരു വൈൻ ഗ്ലാസുമായി അവിടേക്ക് വന്നു. എന്താണ് സതീഷെ നീ പറയുന്നത്? വെറുതെ അവനെ വിഷമിപ്പിക്കണ്ട. ഇവൻ നമ്മുടെ വീട്ടിലെ മരുമകനല്ലേ? എല്ലാ മരുമക്കളും സ്വന്തം വീട്ടിൽ താമസിക്കണമെന്നുണ്ടോ? ഇതിലൊക്കെ എന്താണ് തെറ്റ്? അവന്റെ ഭാര്യ അവന് കൃത്യമായി ചെലവ് കൊടുക്കുന്നുണ്ടല്ലോ. രമ്യയുടെ വാക്കുകൾ കേട്ട് സതീഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, ബട്ട് രമ്യ, സത്യത്തിൽ പല്ലവി ഇവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രമ്യ പുഞ്ചിരിയോടെ പറഞ്ഞു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നീ ഒന്നങ്ങോട്ട് നോക്കിയേ. ഭർത്താവിനെ ഇവിടെ തനിച്ചാക്കി ആ മൂലയിൽ മറ്റാരോട് സംസാരിച്ചിരിക്കുകയാണ് പല്ലവി. സതീഷിന്റെ വാക്കുകൾ കേട്ട അഭി അറിയാതെ തന്നെ അങ്ങോട്ടേക്ക് നോക്കി. അവിടെ പല്ലവി അർജുനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രമ്യ പറഞ്ഞു, അത് ശരിയാണല്ലോ. എന്തായാലും പല്ലവി അഭിയെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അഭിയെ നോക്കി പറഞ്ഞു, അതൊക്കെ വിട്, നമുക്ക് എൻജോയ് ചെയ്യാം, കമോൺ. അതും പറഞ്ഞ് രമ്യ ഒരു വൈൻ ഗ്ലാസ് അഭിയുടെ നേരെ നീട്ടി. അപ്പോൾ അഭി അത് നിരസിച്ചു. വേണ്ട രമ്യ. അപ്പോൾ സതീഷ് ആ ഗ്ലാസ് അവന്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കമോൺ അഭി, ഇതുപോലെ വലിയൊരു പാർട്ടിയിൽ വന്നിട്ട് കുറച്ചു കുടിക്കാതിരുന്ന എങ്ങനെയാ? ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ?
അതും പറഞ്ഞ് അവൻ ആ വൈൻ അബിയുടെ വായിലേക്ക് ബലമായി ഒഴിച്ചു. അബി തട്ടിമാറ്റാൻ നോക്കിയെങ്കിലും ആ മദ്യം മുഴുവൻ അവന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു. സതീഷ് തന്റെ ഗ്ലാസ് നീക്കിയ ഉടൻ രമ്യ അവളുടെ കയ്യിലുള്ള ഗ്ലാസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എന്റെ ഒരു സന്തോഷത്തിന് ഇതും കൂടെ, എന്നിട്ട് നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം. അബി തട്ടിമാറ്റിയെങ്കിലും അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. കുറച്ച് മദ്യം അകത്ത് ചെന്നതുകൊണ്ട് അവന് വല്ലാതെ പിടിച്ചു നിൽക്കാനായില്ല. തല കറങ്ങുന്നത് പോലെ തോന്നി. കുറച്ചു സമയത്തിനുള്ളിൽ അവരവനെ കൊണ്ട് പിന്നെയും മദ്യം അകത്താക്കിച്ചു. ശേഷം സതീഷ് രമ്യയോട് പറഞ്ഞു, ഞാൻ ആദ്യം കൊടുത്ത ഗ്ലാസ്സിൽ അല്പം മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അത് അതിന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനി കാണാൻ നല്ല രസമായിരിക്കും. അപ്പോഴേക്കും മാലിനിയും രമ്യയുടെയും സതീഷിന്റെയും അച്ഛൻ സായി ചന്ദ്രനുമെല്ലാം പാർട്ടിയിലേക്ക് എത്തിയിരുന്നു. പല്ലവിയുടെ മുത്തശ്ശൻ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സതീഷ് ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അബിയെ നോക്കി പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾ നമ്മുടെ വീട്ടിലെ മരുമകൻ അബിയെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതാണ് അഭിമന്യു. ഇവൻ ഏത് കുടുംബത്തിൽ നിന്നാണ്? ഇവന്റെ പ്രൊഫഷൻ എന്താണ്? ഇവൻ എങ്ങനെയാണ് പല്ലവിയെ വിവാഹം ചെയ്തത്? ഇതിനെല്ലാമുള്ള മറുപടി അവൻ ഇപ്പൊ പറയും. പറയൂ അബി, എല്ലാവർക്കും നിന്നെ പരിചയപ്പെടുത്തൂ. മദ്യലഹരിയിലായിരുന്ന അബി സതീഷിന്റെ നേർക്ക് നോക്കി നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ അവളും കൂടെ എന്നെ കുടിപ്പിച്ചില്ലേ? ഇനി ഞാൻ സംസാരിക്കുകയും വേണോ? കേട്ടോ? അപ്പോഴേക്കും ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവരാവേശത്തോടെ അത് നോക്കിക്കൊണ്ടിരുന്നു. അബി സതീഷിന്റെ നേർക്ക് നോക്കി പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ വളരെ അത്യാഗ്രഹിയും നീചനുമാണ്. നിനക്ക് കമ്പനി ഏറ്റെടുക്കണം അല്ലേ? നിന്റെ വഴിയിൽ തടസ്സം നിൽക്കുന്ന പല്ലവിയെ ഒഴിവാക്കുകയല്ലേ നിന്റെ ലക്ഷ്യം? അതിനുവേണ്ടി നീ എന്തൊക്കെ കളിയാ കളിക്കുന്നത്? അപ്പോൾ സതീഷ് വേഗം അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, കുറച്ച് കുടിച്ചപ്പോഴേക്കും നിനക്കാകെ വെളിവില്ലാതായോ അബി? നീ എന്തൊക്കെയാ പറയുന്നത്? അബി തന്റെ ചുണ്ടിൽ വിരൽ വെച്ച് സതീഷിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് തുടർന്നു, ഞാൻ പറഞ്ഞു തീർന്നില്ല സതീഷെ. ഈ ബിസിനസ് കിട്ടാൻ വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്തത്? നിന്റെ അച്ഛൻ സായി ചന്ദ്രൻ, നിങ്ങൾ ഒരുമിച്ച് മുത്തശ്ശനെ പുകഴ്ത്തി പറഞ്ഞ് സോപ്പിട്ട് നിങ്ങൾ പല്ലവിക്കെതിരെ തിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, അബി എന്താ ഇത്? അയ്യോ മുത്തശ്ശ, മുത്തശ്ശനെ പറ്റി എന്ത് പറയാനാ? മുത്തശ്ശൻ എന്തായാലും പല്ലവിക്ക് ഒരു ചാൻസ് കൂടെ കൊടുത്തു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും സതീഷിനോടാണ് കുറച്ച് ഇഷ്ടക്കൂടുതൽ, അതെനിക്കറിയാം. അപ്പോഴേക്കും രമ്യ അങ്ങോട്ടേക്ക് വന്നു. അബി നിർത്ത്, ഇത് നമ്മുടെ മുത്തശ്ശനാണ്. അതെ രമ്യ, അതൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ. ഇപ്പൊ നീയും സതീഷും പല്ലവിക്കെതിരെ ഒന്നിച്ചെന്നും എനിക്കറിയാം. അല്ലെങ്കിൽ രണ്ട് ചേരിയിലായിരുന്നല്ലോ. ഇപ്പൊ പല്ലവിയുടെ കാര്യം വന്നപ്പോ രണ്ടാളും ഒന്നായി. അതുകൊണ്ടല്ലേ എന്നെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും എന്നെ മദ്യം കുടിപ്പിച്ചത്. പക്ഷേ ഞാൻ എന്നും എന്റെ പല്ലവിയുടെ കൂടെയായിരിക്കും നിൽക്കുക. അവളെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല. അബി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, സത്യത്തിൽ നിങ്ങളിൽ ഏറ്റവും കഴിവുള്ളത് പല്ലവിക്കാണ്. അവൾ ബിസിനസ്സും കുടുംബകാര്യങ്ങളും എല്ലാം നന്നായി തന്നെയാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ അവളെ ഒതുക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും പല്ലവിയും അവിടെ എത്തിയിരുന്നു. ഇതെല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അബി മദ്യലഹരിയിലായിരുന്നെങ്കിലും അവൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അബി ഇനിയും ഓരോന്ന് തുറന്നു പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് സതീഷ് അവന്റെ കൈ പിടിച്ച് പറഞ്ഞു, നീ വെറുതെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. വേഗം ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അതും പറഞ്ഞ് സതീഷ് അബിയെ മെല്ലെ നിലത്തേക്ക് തള്ളിയിട്ടു. അബി തല ഉയർത്തി നോക്കിയപ്പോൾ പല്ലവി അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവി അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ അപ്പോഴും മദ്യലഹരിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പല്ലവി അപ്പോൾ ദേഷ്യത്തോടെ സതീഷിനെയും രമ്യയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ രണ്ടുപേരും എല്ലാ ലിമിറ്റും കടന്നിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നിൽക്കുന്ന അഭിമന്യു എന്റെ ഭർത്താവാണ്. ആ സത്യം ഒരിക്കലും തുടച്ചു മാറ്റാൻ കഴിയില്ല. ഇനി ഇവനെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അത് ഓർത്താൽ നല്ലത്. പല്ലവി അബിയെ പിന്തുണയ്ക്കുമെന്ന് സതീഷും രമ്യയും ചിന്തിച്ചിരുന്നില്ല. മാലിനിയും ആ അവസ്ഥയിൽ തന്നെയായിരുന്നു. അവർ രമ്യയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് രമ്യ ഇതെല്ലാം? ഈ അബി നമ്മുടെ കുടുംബത്തിന് ഒരു കളങ്കമായി മാറിയിരിക്കുകയല്ലേ? അത് നമുക്ക് തുടച്ചു മാറ്റണം. രമ്യ പറഞ്ഞത് കേട്ട് മാലിനി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അതൊന്നും നടക്കില്ല. പല്ലവിയുടെ അച്ഛൻ രവിചന്ദ്രൻ അതിനൊന്നും സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ പെറ്റാണല്ലോ ഈ അബി. അതൊക്കെ കഴിയൂ ആന്റി, നമുക്ക് നോക്കാം. രമ്യ ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും പല്ലവി അബിയെ ഒരുവിധം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മദ്യലഹരിയിലാണെങ്കിലും അബി പറഞ്ഞതെല്ലാം പല്ലവിയും വർഷങ്ങളായി പറയാൻ ആഗ്രഹിച്ചതായിരുന്നു. അവൾക്കെന്തോ ഉള്ളിലൊരു സുഖം തോന്നി. അവൾ അവനെ പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടത്തി. അപ്പോഴും അവൻ ഉറക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു, പല്ലവി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും നമ്മളെ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ അതിനൊരിക്കലും അനുവദിക്കില്ല. ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. പല്ലവി മെല്ലെ അവന്റെ കൈകൾ വേർപ്പെടുത്തി അവിടുന്ന് പോന്നു. അവളുടെ ഉള്ളിൽ അപ്പോൾ അബിയോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. മനോഹരമായൊരു പുഞ്ചിരിയോടെ അവൾ മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ അബി വേഗം ഉണർന്നു. രാത്രി പാർട്ടിയിൽ നടന്നതെല്ലാം അവനപ്പോൾ ഓർമ്മ വന്നു. പല്ലവി എങ്ങനെ നേരിടും എന്നാലോചിച്ച് അവന് ടെൻഷൻ തോന്നി. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും എന്തോ ബഹളം കേട്ടാണ് പല്ലവി ഉണർന്നത്. അപ്പോൾ 2 കപ്പ് കാപ്പിയുമായി അബി അവളുടെ മുന്നിൽ നിൽക്കുന്നു. ഇന്നലെ
അങ്ങനെയൊക്കെ ഉണ്ടായതിൽ സോറി. ഞാൻ കാരണം നിനക്കും ഇന്നലെ ഒരുപാട് നാണക്കേടായില്ലേ? പല്ലവി അവനെ തുറച്ചു നോക്കി. എന്നിട്ടൊരു ദീർഘനിശ്വാസം എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അപ്പോൾ അബി വിളിച്ചു പറഞ്ഞു, എന്നോട് ക്ഷമിച്ചോ എന്ന് പറഞ്ഞില്ല, ആദ്യം ഈ കാപ്പിയെങ്കിലും കുടിക്കൂ. മറുപടിയായി പല്ലവി പറഞ്ഞു, എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഞാൻ തിരിച്ചു വന്നിട്ട് കുടിക്കാം. ഇതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് കടന്നു. അബി വീണ്ടും അടുക്കള ഭാഗത്തേക്ക് നീങ്ങി. അപ്പോൾ തന്നെ എന്തോ എടുക്കാൻ വേണ്ടി പല്ലവി വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അബി മാവ് കുഴയ്ക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഇടയ്ക്കവൻ മൂക്കു ചൊറിഞ്ഞിട്ട് മൂക്കിൽ സ്വന്തം കൈകൊണ്ട് തൊട്ടു. ഇങ്ങനെ ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മാവായി. വെള്ളമെടുക്കാൻ മുൻപോട്ട് നീങ്ങിയ പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി. അവനെ കണ്ടയുടനെ അവൾ പൊട്ടിച്ചിരിച്ചു. അവൻ വേഗം മുഖം തുടച്ചു. ചിരി നിയന്ത്രിച്ചുകൊണ്ട് പല്ലവി ബാത്റൂമിൽ കയറി അവിടുന്ന് ഉറക്കി ചിരിച്ചു. അവളുടെ ചിരിയുടെ ശബ്ദം അബിയും കേട്ടു. അവന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. കുളി കഴിഞ്ഞതിനു ശേഷം പല്ലവി വീണ്ടും മുറിയിൽ പോയി കയ്യിലൊരു പുസ്തകവുമായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാലിനി അങ്ങോട്ടേക്ക് വന്നത്. അവർ പറഞ്ഞു, പല്ലവി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ അബി ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? ഇനിയെങ്കിലും നിനക്കവനെ ഒഴിവാക്കിക്കൂടെ? അതേസമയം മുറിയുടെ പുറത്തുകൂടെ പോകുകയായിരുന്ന അബി അത് കേട്ട് ഒന്ന് അവിടെ തന്നെ നിന്നു. അപ്പോൾ പല്ലവി പറഞ്ഞു, അമ്മേ, എനിക്കതൊന്നും പ്രശ്നമല്ല. അബി എന്റെ ഭർത്താവാണ്. അബി എങ്ങനെ ആയാലും ഞാൻ സഹിച്ചോളാം. അമ്മ അതിലൊന്നും ഇടപെടണ്ട. പല്ലവി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് അബിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. പല്ലവി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് അഭിമന്യു നടന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്തു. കോൾ എടുത്ത് നോക്കിയപ്പോൾ അത് വാസുദേവൻ വക്കീലിന്റെ കോളായിരുന്നു. അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇപ്പൊ വിളിച്ചത്? നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാനാണ് വീണ്ടും വിളിക്കുന്നത്. അന്ന് നീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അഭിമന്യു കുറച്ചുനേരം മിണ്ടാതെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. ഞാനൊരു പണക്കാരനാണെന്ന് ആരും അറിയരുത്. ഇതെല്ലാം രഹസ്യമായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. അതും പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്ത് മാറ്റിവെച്ചു. പല്ലവി അപ്പോൾ മുറിയിൽ അബിയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. അവൾ മെല്ലെ എഴുന്നേറ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വാർഡ്രോബ് തുറന്നു. പെട്ടെന്നതിൽ ഒരു പേപ്പർ കണ്ട് അവളൊന്ന് ഞെട്ടി. ശേഷം അവൾ അത് കയ്യിലെടുത്ത് നേരെ അബിയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അബിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പല്ലവിയുടെ നോട്ടം കണ്ട് അബി സംശയത്തോടെ ചോദിച്ചു, എന്താ പല്ലവി, എന്താ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ പല്ലവി അലമാരിയിൽ നിന്നും കിട്ടിയ പേപ്പർ അവന്റെ മുന്നിലേക്ക് നീട്ടി കാണിച്ചു. അതിൽ സോറി എന്നെഴുതിയിരുന്നു. അബി വെച്ചതാണ് അതവിടെ എന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു. എന്താ ഇത്? അബി പരുങ്ങലോടെ പറഞ്ഞു. അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. വല്ലാതെ വിശദീകരിക്കണ്ട. എന്താണ് ചെയ്തതെന്ന് സ്വയം ബോധ്യമുണ്ടല്ലോ, അത് മതി. അബിയോട് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പല്ലവി ദേഷ്യം അഭിനയിച്ചു നിന്നു. അവൾ തുടർന്നു, എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. ഓഫീസിൽ പോകാൻ ലേറ്റായി. അതും പറഞ്ഞ് പല്ലവി അവിടെ നിന്നും പോയി. അബിയും അപ്പോഴേക്ക് റെഡി ആവാൻ വേണ്ടി നടന്നു. അവൻ ഇന്ന് ബാങ്കിൽ പോവാനുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടിരുന്നു. അവൻ ഗേറ്റിനടുത്ത് എത്താനായതും പിറകിൽ കാറിൽ നിന്നും പല്ലവി ഹോൺ മുഴക്കി. അബി ബൈക്ക് അവിടെ നിർത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഞാനും ഇന്ന് ബൈക്കിലാണ് വരുന്നത്. ഓഫീസിൽ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. കാറിൽ പോയാൽ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആവും. ബൈക്കാവുമ്പോ ഒന്നുകൂടെ എളുപ്പമാവും. അബി ഉള്ളിൽ സന്തോഷിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവളോട് പിറകിൽ കയറാൻ പറഞ്ഞു. പല്ലവി അബിയുടെ കൂടെ ബൈക്കിൽ കയറി. അവൾ അവന്റെ തോളിൽ കൈവച്ചപ്പോൾ അവന്റെ ശരീരം ഒന്നാകെ ഒന്ന് പിടഞ്ഞു. പല്ലവിക്കും പെട്ടെന്ന് മനസ്സൊന്ന് കുളിർത്തു. ഇന്ന് ആദ്യമായി ഇരുവരും പരസ്പരം അടുത്തിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ ഇരുവരും സീചന്ദ് ഓഫീസിന്റെ മുന്നിലെത്തി. പല്ലവി ബൈക്കിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ അവളുടെ ഫോൺ റിംഗ് ചെയ്തു. അവൾ കോൾ എടുത്തതും അവളുടെ അമ്മ മാലിനി പറഞ്ഞു, മോളെ പല്ലവി, നീ എവിടെ? അച്ഛന് ഒരു അപകടം ഉണ്ടായി, വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ഇത് കേട്ടതും പല്ലവി ആകെ പേടിച്ചു. അബി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, പല്ലവി, എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പല്ലവി വേഗം കോൾ കട്ട് ചെയ്തുകൊണ്ട് അബിയോട് പറഞ്ഞു, നമുക്കുടനെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. അച്ഛൻ എന്തോ അപകടം പറ്റിയെന്ന്. വേഗം പോവാം. പല്ലവിയുടെ അച്ഛന് അപകടം പറ്റിയതറിഞ്ഞ് അബിയും ആകെ പേടിച്ചു. കാരണം അബിയോട് എന്നും സ്നേഹമുണ്ടായിരുന്നത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു. തിരിച്ച് അബിക്കും അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. അവൻ വേഗം പല്ലവിയെയും കൂട്ടി ഹോസ്പിറ്റലിലെത്തി. രവിചന്ദ്രൻ അപ്പോൾ ഐസിയുവിലായിരുന്നു. മാലിനി പുറത്ത് കണ്ണീരൊഴുക്കിയിരിക്കുന്നുണ്ട്. പല്ലവിയെ കണ്ട മാലിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ പല്ലവി, അച്ഛന് കുറച്ച് സീരിയസ് ആണ്, ഐസിയുലാണുള്ളത്. പല്ലവി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഒന്ന് സമാധാനിക്ക്, എല്ലാം ശരിയാകും, ഞാൻ നോക്കട്ടെ. അതെല്ലാം പറയുന്നുണ്ടെങ്കിലും പല്ലവിയും കരയുന്നുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്തെത്തി. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു,
എന്തു പറ്റി ഡോക്ടർ? സാറിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നില വളരെ മോശമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഒബ്സർവേഷനിൽ തന്നെയാണ്. ശരിയാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്കിലും നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ട് അബി പേടിച്ചു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. ഐസിയുവിന് മുന്നിൽ പല്ലവിയും മാലിനിയും അബിയും സങ്കടത്തോടെ ഇരുന്നു. സമയം വൈകുന്നേരമായി. എല്ലാവരും അതേ ഇരിപ്പ് തുടരുകയായിരുന്നു. പല്ലവിയുടെ അവസ്ഥ കണ്ട് അബിക്ക് സങ്കടം തോന്നി. അച്ഛനോട് അവൾക്ക് എത്രമാത്രം സ്നേഹവും അടുപ്പവും ഉണ്ടെന്ന് അബിക്ക് നന്നായി അറിയാമായിരുന്നു. അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, പല്ലവി, നീ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്കിളിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ വിളിച്ചോളാം. അത് കേട്ട് പല്ലവി സങ്കടത്തോടെ പറഞ്ഞു, അച്ഛൻ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും? എനിക്ക് കഴിയില്ല. പല്ലവി കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അബി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പല്ലവി നോക്ക്, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. എങ്കിലും രാവിലെ മുതൽ നീയും അമ്മയും ഇങ്ങനെ ഇരിക്കുന്നതല്ലേ? നിങ്ങളൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്കിളിനോട് നിനക്കുള്ള അതേ സ്നേഹം തന്നെ എനിക്കുമുണ്ട്. അദ്ദേഹം എനിക്ക് ദൈവത്തെപ്പോലെയാണ്. അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്കിളിനെ ഞാൻ നന്നായി നോക്കിക്കോളാം. നിങ്ങൾ പോയി വാ. അബി ഒരുപാട് പറഞ്ഞപ്പോൾ പല്ലവി സമ്മതിച്ചു. അവൾ മാലിന്യം കൂട്ടി വീട്ടിലേക്ക് പോയി. അബി വീണ്ടും ഐസിയുവിന്റെ മുമ്പിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ലുക്ക് ഹിയർ, പറയുന്നത് കേട്ട് ടെൻഷൻ ആവരുത്. മിസ്റ്റർ രവിചന്ദ്രന്റെ അവസ്ഥ വഷളാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇംപ്രൂവ്മെന്റ് ഇപ്പൊ കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം. അത് കേട്ട് അബി ഞെട്ടി. അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ഡോക്ടർ പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് വരെ ആപത്താണ്. ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് കേട്ട് അബി വേഗം പറഞ്ഞു, എന്നാൽ ഡോക്ടർ ഓപ്പറേഷൻ പെട്ടെന്നാക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ചില പേപ്പേഴ്സ് ഫിൽ ചെയ്ത് സൈൻ ചെയ്യണം. എന്നിട്ട് ബിൽ കൗണ്ടറിൽ പോയി 15 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യണം. ഞങ്ങൾ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. 15 ലക്ഷം എന്ന് കേട്ടപ്പോൾ അബി ഒന്ന് ഞെട്ടി. അത്രയും പണം തന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നവൻ ആലോചിച്ചു. പല്ലവിയെ വിളിച്ച് പണം ചോദിച്ചാൽ അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം പറയേണ്ടി വരും. വെറുതെ അവളെ ടെൻഷൻ ആക്കാത്തതാണ് ഇപ്പോൾ നല്ലത് എന്ന് അബി ചിന്തിച്ചു. പക്ഷെ പണം കിട്ടാൻ എന്തു ചെയ്യും എന്നവന് ഒരു വഴിയും കിട്ടിയില്ല. അവൻ ടെൻഷനോടെ തിരിഞ്ഞതും അവന്റെ പിറകിൽ ഒരാളെ കണ്ട് ഞെട്ടി. അത് വാസുദേവൻ വക്കീലായിരുന്നു. അയാളെ അപ്പോൾ അവിടെ കണ്ടതും അബി സംശയത്തോടെ ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? മറുപടിയായി വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ. നീ ഇനി എങ്ങനെയാണ് പണം അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? പല്ലവിയെ വിളിക്കുമോ? അവളെ വെറുതെ ടെൻഷനാക്കണ്ട എന്നല്ലേ നീ ചിന്തിക്കുന്നത്? പക്ഷെ ഈ നടന്നതെല്ലാം തനിയെ സംഭവിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വക്കീലിന്റെ വാക്കുകൾ കേട്ട അബി ഞെട്ടി നിന്നു. അയാൾ എന്താണ് പറയുന്നത് എന്ന് അബിക്ക് മനസ്സിലായില്ല. അവന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു, നീ ഒരുപാട് അങ്ങ് ആലോചിക്കണ്ട. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അബി എന്തു പറയണമെന്നറിയാതെ സ്തബ്ധനായി നിന്നു. വക്കീൽ പറഞ്ഞത് സത്യമാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചില്ല. തന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമോ? എന്നാൽ വാസുദേവന്റെ മുഖത്തെ ചിരി അപ്പോഴും മാഞ്ഞിരുന്നില്ല. അടുത്ത നിമിഷം അബിയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ പറഞ്ഞു, നിങ്ങൾക്കെങ്ങനെ ഇതിന് ധൈര്യം വന്നു? അപ്പോൾ വാസുദേവൻ പറഞ്ഞു, നിന്റെ അച്ഛൻ ആദിത്യ പിള്ളയെ നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. ബിസിനസ് ലോകത്തെ തന്നെ വിറപ്പിച്ചവനാണ് അദ്ദേഹം. അപ്പൊ പിന്നെ ഈ അപകടമൊക്കെ അദ്ദേഹത്തിന് വളരെ ചെറിയൊരു കാര്യം മാത്രം. അബി ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ കുറ്റമാണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയില്ല. ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ വാസുദേവൻ വീണ്ടും പറഞ്ഞു, അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ വില 15 ലക്ഷം രൂപ. അത് ഞങ്ങൾ ഇപ്പോൾ തന്നെ തരാം. അബി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പണം വാങ്ങിയിട്ട് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തില്ല. അങ്ങനെ എന്നെ വരുതിക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ കരുതണ്ട. വാസുദേവൻ അപ്പോഴും ചിരിയോടെ പറഞ്ഞു, നിനക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോഴീ പണം വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് സങ്കല്പിച്ചു നോക്കൂ. നിന്റെ അച്ഛൻ കാരണമാണ് ഈ അപകടം ഉണ്ടായതെന്ന് പല്ലവി അറിഞ്ഞാൽ പിന്നെ നിന്നോടുള്ള അവളുടെ പെരുമാറ്റം എങ്ങനെയാവും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബ പ്രശ്നം കാരണം നിന്റെ ഭാര്യയ്ക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെടാൻ പോവുകയാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പണം വാങ്ങി ഓപ്പറേഷൻ നടത്തണം. അബി വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വലിയൊരു തന്ത്രമാണ് അച്ഛൻ കളിച്ചതെന്ന് അബിക്ക് മനസ്സിലായി. ഇത് താൻ പ്രതീക്ഷിക്കാത്ത നീക്കമാണെന്ന് അബി ചിന്തിച്ചു. അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ വാസുദേവൻ തുടർന്നു, അബി,
നിന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിവിടെ തീരുമെന്ന് തോന്നുന്നില്ല. ഇനി പല്ലവി. പെട്ടെന്ന് പല്ലവി എന്ന് കേട്ടതും അബി പരിഭ്രാന്തിയോടെ സംസാരത്തിനിടയിൽ കയറി പറഞ്ഞു, ഓക്കെ, ശരി ശരി, പല്ലവിയെയോ അവളുടെ കുടുംബത്തെയോ അപകടത്തിലാക്കുന്ന ഒന്നും നിങ്ങൾ ഇനി ചെയ്യരുത്. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, ഞാൻ ആരാണെന്ന സത്യം പുറത്തുള്ള ആരും അറിയരുത്. അതുപോലെ ഞാൻ കാരണമാണ് ഈ അപകടം സംഭവിച്ചത് എന്നതും ആരും അറിയരുത്. അബിയുടെ മറുപടി കേട്ട് വാസുദേവൻ വക്കീൽ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് പല്ലവി അവിടേക്ക് വരുന്നത് അബി കണ്ടത്. അവളുടെ കയ്യിൽ ഒരു ടിഫിൻ ഉണ്ടായിരുന്നു. പല്ലവിയെ കണ്ടതും വാസുദേവൻ അവിടെ നിന്നും പോയി. അബി അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ഓപ്പറേഷന് വേണ്ട നടപടികൾ ഇപ്പോൾ പൂർത്തിയാകുമെന്നും ഓപ്പറേഷൻ ആരംഭിക്കാനും പറഞ്ഞു. പല്ലവി അബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്താണ് അച്ഛന്റെ അവസ്ഥ? ആ, ഇപ്പൊ കുറച്ച് സുഖമാവുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായും മാറിയിട്ടില്ല, ഇതുവരെ കാണാനായിട്ടില്ല. അപ്പോൾ പല്ലവി കയ്യിലുള്ള ടിഫിൻ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയതാണ്, അച്ഛന് സുഖമായാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. നീയും രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, തൽക്കാലം ഇത് കഴിക്കേ. അപ്പോഴാണ് തനിക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് അബിക്ക് ഓർമ്മ വന്നത് തന്നെ. അവൻ വേഗം ടിഫിൻ വാങ്ങി തുറന്നു നോക്കി. അതിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു അത്. അപ്പോഴാണ് അവൻ പല്ലവി പറഞ്ഞ ഒരു കാര്യം ഓർത്തത്. അച്ഛനു വേണ്ടിയാണ് അവൾ ഇത് കൊണ്ടുവന്നത് എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അങ്കിളിന് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലല്ലോ, അത് പല്ലവിക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ പിന്നെ ഇവളിത് എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ്, തുറന്ന് സമ്മതിക്കില്ലെന്ന് മാത്രം. അബിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവനത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവിചന്ദ്രനെ ഐസിയുയിൽ നിന്ന് മാറ്റിയിരുന്നു. അതിനിടയിൽ അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. രമ്യയായിരുന്നു അത്. അബി സംശയത്തോടെ ഫോൺ എടുത്തതും അപ്പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. അബി, എന്നെ വന്ന് രക്ഷിക്കൂ, ഇല്ലെങ്കിൽ ഇവരെന്നെ നശിപ്പിക്കും. അപ്പോൾ അബി ചോദിച്ചു, ഇതെന്താ പുതിയൊരു നാടകം? രമ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ, നാടകമൊന്നുമല്ല, ഇവിടെ ക്ലബിൽ വെച്ച് ചിലരെന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതാണ്. അർജുന്റെയും സതീഷിന്റെയും നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ല, അതുകൊണ്ടാ വേഗം നിന്നെ വിളിച്ചത്. ഒന്ന് പെട്ടെന്ന് വാ. പെട്ടെന്ന് ആരോ അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിയെടുത്ത് താഴേക്ക് എറിഞ്ഞതുപോലെ അബിക്ക് തോന്നി. രമ്യയുടെ നിലവിളിയും ചില ഗുണ്ടകളുടെ ശബ്ദവും അബിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇന്ന് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഇന്ന് പൂർത്തിയാക്കണം. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അപ്പോൾ രമ്യയുടെ നിലവിളി അവിടെ ഉയർന്നു. ഗുണ്ടകളെല്ലാം ഉറക്കി ചിരിക്കാൻ തുടങ്ങി. ആ നിലവിളിയും ചിരിയും എല്ലാം അബിയുടെ കാതുകളിൽ വ്യക്തമായി കേട്ടു. അബി വേഗം പല്ലവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, പല്ലവി, എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പല്ലവി എന്തോ തിരികെ പറയാൻ ശ്രമിച്ചെങ്കിലും അബി അതൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം അവിടെ നിന്നും പോയി. അബി വേഗം ആ ക്ലബിലേക്ക് എത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ആ ക്ലബ്ബ് മുഴുവൻ ശൂന്യമായിരുന്നു. അപ്പോൾ തന്നെ അബിക്കെന്തോ ഗൂഢാലോചന മണത്തു. അവൻ ഹൃദയമിടിപ്പോടെ കുറച്ചുകൂടെ അകത്തേക്ക് നടന്നു നോക്കി. പെട്ടെന്നാരോ പുറകിൽ നിന്ന് ഒരു തൂവാല കൊണ്ട് അവന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അബി സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മെല്ലെ ബോധം കെട്ടു വീണു. അതിനിടയിൽ മുന്നിൽ 2 രൂപങ്ങൾ അവൻ വ്യക്തമായി കണ്ടിരുന്നു. രമ്യയും സതീഷുമായിരുന്നു അത്. മെല്ലെ അവന്റെ ശരീരം തളർന്നു അവൻ ബോധരഹിതനായി നിലത്തേക്ക് വീണു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അബിക്കൊന്നും മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെ അബി ഉറക്കമുണർന്നപ്പോൾ തന്റെ മുറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അപ്പോഴും തലകറക്കം പോലെ തോന്നി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചത് എന്നവന് മനസ്സിലായില്ല. പിന്നെയാണ് അവൻ കഴിഞ്ഞ രാത്രിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഓർത്തെടുത്തത്. അപ്പോൾ അബി ഞെട്ടിക്കൊണ്ട് ആലോചിച്ചു, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കെന്താണ് സംഭവിച്ചത്? രവിചന്ദ്രൻ അങ്കിൾ ഹോസ്പിറ്റലാണല്ലോ. ഞാനിവിടെ അവരുടെ കൂടെ നിൽക്കാതെ ഇവിടെ റൂമിൽ കിടക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ പല്ലവി എന്ത് വിചാരിക്കും? പക്ഷെ എന്തായിരിക്കും സംഭവിച്ചത് അതറിയണമല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അബി ഫോൺ എടുത്ത് രമ്യയെ വിളിച്ചു. രമ്യ ഫോൺ എടുത്ത ഉടനെ അബി പറഞ്ഞു, രമ്യ, എന്ത് കളിയാണ് ഇവിടെ നടക്കുന്നത്? നീ എവിടെയാണ്? ഞാൻ ആ ക്ലബിലെത്തിയപ്പോൾ അവിടെ നീ ഇല്ലായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ആരോ എന്നെ ആക്രമിച്ചു. പിന്നെ ഞാൻ അബോധാവസ്ഥയിലായി. ഇപ്പോൾ കണ്ണു തുറന്നപ്പോൾ ഞാൻ വീട്ടിൽ എന്റെ മുറിയിൽ തന്നെ കിടക്കുന്നു. സത്യം പറ, എനിക്കെന്താണ് സംഭവിച്ചത്? അപ്പോൾ രമ്യ അവനെ കളിയാക്കി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചെന്നോ? നീ ഇന്നലെ വല്ല മയക്കുമരുന്ന് കഴിച്ച് കിടന്നതാവും. രാവിലെ തന്നെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ എവിടെയും വിളിച്ചിട്ടില്ല. ഞാനിപ്പോൾ പുറത്താണുള്ളത്. നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. നിന്നോട് സംസാരിച്ചു നിൽക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതും പറഞ്ഞ് രമ്യ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടു. പല്ലവിയുടെ മെസ്സേജ് ആയിരുന്നു അത്. അച്ഛനിപ്പോൾ സുഖമാവുന്നുണ്ട്, വേഗം തന്നെ ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനായി ഓഫീസിലേക്ക് പോവുകയാണ്. അത് വായിച്ച്
അബി ഒരു ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴാണ് അവന്റെ മൊബൈലിൽ വാസുദേവന്റെ കോൾ വന്നത്. കോൾ എടുത്ത അബിയോട് വാസുദേവൻ പറഞ്ഞു, നിനക്ക് താമസിക്കാൻ ഞാൻ ഊട്ടിയിലെ ഹിൽവ്യൂ മാൻഷനിൽ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിനക്ക് അവിടെ പോയി നോക്കാം. അതിന്റെ ഉടമ ദേവരാജനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹിൽവ്യൂ മാൻഷനെ കുറിച്ച് അബി ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ഫ്ളാറ്റിന്റെ വില 50 കോടിയിൽ കുറയില്ലെന്ന് അവനറിയാം. പല്ലവിക്ക് അവിടം ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരിക്കൽ പറഞ്ഞത് അബി ഓർത്തു. അബി പിന്നീട് വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ബൈക്ക് എടുത്ത് ദേവ് ശർമ്മയുടെ ക്ലബിലേക്ക് പോയി. രാത്രിയിൽ നടന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു അവന്റെ ചിന്ത മുഴുവൻ. അവൻ സ്വയം പറഞ്ഞു, ദേവ് ശർമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അയാളുടെ ക്ലബിൽ എന്താണ് നടന്നതെന്ന് അയാൾക്കറിയാതിരിക്കില്ല. പക്ഷേ അതിനു മുൻപ് ഹിൽവ്യൂ മാൻഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തീർത്തേക്കാം. അങ്ങനെ ചിന്തിച്ച അബി ബൈക്കും കൊണ്ട് ഹിൽവ്യൂ മാൻഷനിലേക്ക് പോയി. അവിടെ എത്തിയതും അവൻ ബൈക്ക് ഒതുക്കി അകത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 സെക്യൂരിറ്റികൾ അവന്റെ വഴി തടഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്താണ് അകത്തേക്ക് പോകുന്നത്? അപ്പോൾ അബി പറഞ്ഞു, എനിക്കിവിടെ ഒരു വീട് വേണം. ഞാനത് കാണാൻ വേണ്ടി വന്നതാണ്. അബിയുടെ പഴയ ബൈക്കും അവന്റെ വസ്ത്രവും എല്ലാം കണ്ട് ആ സെക്യൂരിറ്റിക്കാർ ചിരിക്കാൻ തുടങ്ങി. അവരവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എടാ ചെക്ക, നീ ആദ്യം ഒന്ന് പോയി കണ്ണാടി നോക്കിയിട്ട് വാ. നിന്റെ കോലം വെച്ചാണോ ഇവിടെ ഫ്ളാറ്റ് വാങ്ങാൻ വരുന്നത്? ഇതിന്റെ ഗേറ്റ് കടക്കാനുള്ള അവകാശം പോലും നിനക്കില്ല. എന്തെങ്കിലും സ്വപ്നം കണ്ടു വന്നതാണെങ്കിൽ തിരികെ പോയിക്കോ. അവരുടെ സംസാരം കേട്ട് അബി പറഞ്ഞു, ഒരാളെ വസ്ത്രം നോക്കി വിലയിരുത്താൻ പാടില്ല. ഇവിടെ വരുന്ന അതിഥികളോട് നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്? അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അബിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവസാനം ആ സെക്യൂരിറ്റികൾ അവന്റെ ബൈക്ക് നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അബി മുന്നോട്ട് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. അബി അവരെ തല്ലാൻ നിന്നപ്പോൾ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സർ സർ, ദയവ് ചെയ്ത് അവരോട് ക്ഷമിക്കണം. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അബി തിരിഞ്ഞു നോക്കിയപ്പോൾ ഹിൽവ്യൂ മാൻഷന്റെ ഉടമ ദേവരാജ് അവിടെ നിൽക്കുന്നത് കണ്ടു. ദേവരാജ് ആ സെക്യൂരിറ്റികളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരുന്ന അതിഥികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയുമോ? അപ്പോൾ അബി ദേവരാജിനോട് പറഞ്ഞു, എന്നെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണ്ട മിസ്റ്റർ ദേവരാജ്. എന്നാൽ ഇവിടെ ഒരു പാവപ്പെട്ടവൻ വന്നാൽ എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് ഇവരറിയണം. ദേവരാജ് പരുങ്ങലോട് പറഞ്ഞു, സർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയാമായിരുന്നു. ഞാനത് ഇവരോട് പറയാൻ മറന്നതാണ്. സാറിനുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്, അകത്തേക്ക് വരണം. അതും പറഞ്ഞ് ദേവരാജ് അബി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു വലിയ ടേബിളിൽ അബിക്ക് വേണ്ട ഭക്ഷണം എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അബി പറഞ്ഞു, നിങ്ങളുടെ ഈ ഹിൽവ്യൂ മാൻഷൻ ഇപ്പോൾ വളരെ ജനപ്രിയമാണല്ലോ. എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇവിടെ ഒന്നുകൂടെ വിപുലീകരിക്കാനായാൽ രാജ്യമെമ്പാടും ഇത് പ്രശസ്തമാകും. ഒരുപാട് ആളുകൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വരും. ഷോപ്പിംഗ് മാളുകൾ വരെ ഇതിനകത്ത് സ്ഥാപിക്കാമല്ലോ. ദേവരാജ് ഈ അവസരത്തിനായി കാത്തിരിക്കുന്നത് പോലെ തോന്നി. അവൻ വേഗം തന്നെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മിസ്റ്റർ അഭിമന്യു. പക്ഷെ എന്റെ കയ്യിൽ അതിനുമാത്രം പണമൊന്നുമില്ല. കുറച്ചുകൂടെ പണം കിട്ടിയാൽ എല്ലാം ഒന്ന് മോടി പിടിപ്പിക്കാമായിരുന്നു. അപ്പോൾ കഴിക്കുന്നതിനിടയിൽ അബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ പ്രൊജക്റ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അത് കേട്ട ദേവരാജ് സന്തോഷത്തോടെ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ അതെന്റെ ഭാഗ്യമായി ഞാൻ കരുതും. എനിക്കതിന് സമ്മതമാണ്. അങ്ങനെ അവിടെ ഒരു കരാർ ഉറപ്പിച്ചു. ദേവരാജ് വളരെ സന്തോഷത്തിലായിരുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം അബി അവിടെയെല്ലാം നടന്നു കണ്ടു. അവനവിടം വല്ലാതെ ഇഷ്ടമായി. കുറച്ചു സമയത്തിനു ശേഷം അവൻ ദേവരാജിനോട് പറഞ്ഞു, എന്നാൽ ഞാനിപ്പോ പോവുകയാണ്. കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, കാണാം. അപ്പോൾ ദേവരാജ് വേഗം പറഞ്ഞു, നമ്മൾ ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, എന്റെ സെക്യൂരിറ്റികൾ നിങ്ങളുടെ ബൈക്ക് കേടുവരുത്തിയല്ലേ, ആ തെറ്റ് തിരുത്താൻ എനിക്കൊരവസരം തരണം. ദയവ് ചെയ്ത് വേണ്ട എന്ന് പറയരുത്. ദേവരാജ് അബിയുടെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ തന്റെ ആളുകളോട് ഒരു സിഗ്നൽ കാണിച്ചു. അപ്പോൾ അവർ വേഗം ദേവരാജിന്റെ സ്പോർട്സ് കാർ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ദേവരാജ് അബിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അവർക്ക് വിശ്വസിക്കാനായില്ല. അബി ഒരു സാധാരണക്കാരനല്ലെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി. ദേവരാജ് അബിയോട് പറഞ്ഞു, നിങ്ങൾ ഈ കാർ എടുത്ത് പോയിക്കോളൂ. ബൈക്ക് ഇവിടെ നിന്നോട്ടെ, ഞാൻ ശരിയാക്കിയിട്ട് അയക്കാം. അബി ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നെ ദേവരാജ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൻ ആ കാറിൽ കയറി. എന്നിട്ട് അത് ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് പോയി. അബി അപ്പോഴേക്കും പല്ലവിയുടെ ഓഫീസിന്റെ പുറത്തെത്തിയിരുന്നു. ഇന്ന് പല്ലവിയെ ഈ കാറിൽ കയറ്റിക്കൊണ്ട് പോകണമെന്ന് അബി ആഗ്രഹിച്ചു. പല്ലവി അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു. അബി ആ കാറിൽ കണ്ടതും അവൾ ചോദിച്ചു, എന്താണിതൊക്കെ? എന്തിനാ ഇത്ര വില കൂടിയ കാറൊക്കെ വാടകയ്ക്കെടുത്തത്? നല്ല വിലയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എന്റെ ഒരു സുഹൃത്ത് തന്നതാണിത്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതും പറഞ്ഞ് അബി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു. പല്ലവി അകത്തേക്ക് കയറി. അല്പസമയത്തിനകം രണ്ടുപേരും വീട്ടിലെത്തി. പെട്ടെന്ന് അബിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവനത് നോക്കിയപ്പോൾ സതീഷിന്റെ മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് തുറന്നു നോക്കിയതും
അബിയുടെ കൈകൾ വിറച്ചു. അവന്റെ മുഖത്തെ പേടി കണ്ടതും പല്ലവി ചോദിച്ചു, എന്തുപറ്റി? അബി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, അത് ഒന്നുമില്ല. അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴും പല്ലവിക്ക് എന്തോ സംശയം തോന്നി. പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ല. സത്യത്തിൽ സതീഷ് അയച്ച ആ മെസ്സേജിൽ അബിയുടെ നിരവധി ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലെല്ലാം അബി ഒരു പെൺകുട്ടിയുടെ കൂടെ വസ്ത്രമൊന്നുമില്ലാതെ നിൽക്കുകയാണ്. ആ ചിത്രം കണ്ടാൽ അവർ രണ്ടുപേരും വളരെ അടുപ്പമുള്ളതായി തോന്നും. ഇന്നലെ രാത്രി തന്നെ ചതിച്ചുകൊണ്ട് എടുത്തതാണ് അതെല്ലാം എന്ന് അബിക്ക് മനസ്സിലായി. അബിക്കപ്പോൾ മറ്റൊരു മെസ്സേജ് കൂടെ വന്നു. ഈ ഫോട്ടോസ് എല്ലാം ഇപ്പോൾ പല്ലവിയുടെ ഫോണിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇവിടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡൈവോഴ്സ് പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ഫോട്ടോസ് കണ്ടാൽ പല്ലവി എന്തായാലും ഈ പേപ്പറിൽ ഒപ്പിടും. നീ നേരെ ഇങ്ങോട്ടേക്ക് പോര്. ഇന്ന് തന്നെ നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. സോ ഗെറ്റ് റെഡി. ആ മെസ്സേജ് വായിച്ചതോടെ അബി ആകെ തളർന്നു. അവന്റെ മുഖത്ത് വിചിത്രമായ ഭാവം കണ്ട് പല്ലവി പറഞ്ഞു, അബി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അബി ഒന്നും പറഞ്ഞില്ല. പല്ലവിയും അബിയും വീട്ടിലെത്തിയപ്പോൾ അവിടെ സതീഷും രമ്യയും മാലിനിയും എല്ലാം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരകത്തേക്ക് നടന്നതും ഡിവോഴ്സ് പേപ്പർ ടേബിളിൽ തന്നെ വെച്ചിരിക്കുന്നത് അബി ശ്രദ്ധിച്ചു. എല്ലാവരും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് അബിക്ക് മനസ്സിലായി. അവരകത്തേക്ക് കടന്നതും മാലിനി അലറിക്കൊണ്ട് പറഞ്ഞു, അവിടെ നിക്ക്, ഈ വീട്ടിലേക്ക് നീ അബദ്ധത്തിൽ പോലും കയറി പോരുത്. ഞാൻ എത്രയോ തവണ പറഞ്ഞു ഇവനെവിടെ കേറ്റാൻ കൊള്ളില്ലെന്ന്. എന്നിട്ട് അവസാനം കണ്ടില്ലേ? എടാ, എന്റെ മകൾ എത്ര ആത്മാർത്ഥമായാണ് നിന്നെ സ്നേഹിച്ചത്. എന്നിട്ടും അവളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അബി വേഗം തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാം എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? ആ ഫോട്ടോസിൽ കണ്ടതെല്ലാം കള്ളമാണ്. ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ രമ്യ തർക്കിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇനി ഒന്നും സംസാരിക്കണ്ട. എല്ലാം ഈ ഫോട്ടോസ് തന്നെ പറയും. ഇതെല്ലാം കണ്ടിട്ട് ആരാണ് വിശ്വസിക്കാത്തത്? എന്നാലും പാവം പോലെ നടന്നിട്ട് കണ്ടില്ലേ? അതും പറഞ്ഞ് രമ്യ അവളുടെ ഫോൺ പല്ലവിയുടെ കയ്യിൽ കൊടുത്തു. അവൾ അമ്പരപ്പോടെ ആ ഫോട്ടോകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പല്ലവി അത് നോക്കുന്നത് കണ്ട് അബി പറഞ്ഞു, പല്ലവി, ഇതെല്ലാം കള്ളമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിയാൻ വേണ്ടി ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണിത്. ആ പെൺകുട്ടി ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നെ വിശ്വസിക്ക്. കണ്ടിട്ട് തന്നെ നാണക്കേട് തോന്നുന്നു. നിനക്കിനി ഇവിടെ നിൽക്കാൻ യാതൊരു അവകാശമില്ല. പല്ലവി കണ്ണീരോടെ അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു. അബി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ഹൃദയം പിടഞ്ഞു. അപ്പോൾ മാലിനി പല്ലവിയുടെ കയ്യിൽ ഒരു പേന വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, പല്ലവി, ഇത് ഡിവോഴ്സ് പേപ്പറാണ്. ഇനി ഒരുപാട് ആലോചിക്കണ്ട. നീ ഇതിലൊന്ന് സൈൻ ചെയ്താൽ മതി. ഇനി ഇവന്റെ കൂടെ നീ ജീവിക്കണ്ട. പല്ലവി ആ പേന വാങ്ങി ഭാരിച്ച ചുവടുകളോടെ ആ പേപ്പറിന്റെ അടുത്തേക്ക് നടന്നു. അത് കണ്ടതും അബിയുടെ ഹൃദയം ഉച്ചത്തിലിടിക്കാൻ തുടങ്ങി. അബി പലതും പറഞ്ഞിട്ടും പല്ലവി ഒന്നും മിണ്ടാതെ പേനയും കൊണ്ട് ടേബിളിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ പെട്ടെന്ന് പല്ലവി കയ്യിൽ കരുതിയിരുന്ന പേന നിലത്തേക്കെറിഞ്ഞു. ഇത് കണ്ട് രമ്യയും സതീഷും വായും പൊളിച്ചു നിന്നു. അപ്പോൾ മാലിനി ഉറക്കെ ചോദിച്ചു, പല്ലവി, നീ എന്താണ് ഈ ചെയ്യുന്നത്? അബി നിന്നെ ചതിക്കുകയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെന്താ ഒപ്പിടാത്തത്? വേഗം ആ പേന എടുക്ക്. ഇത് കേട്ട് പല്ലവി ദേഷ്യത്തോടെ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് പല കഷ്ണങ്ങളാക്കി കീറി രമ്യയുടെ മുഖത്തേക്ക് എറിഞ്ഞു. പല്ലവിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് സതീഷും രമ്യയും ഞെട്ടിപ്പോയി. പല്ലവി തന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാവിലെ ദേവ് ശർമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ എന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. സതീഷും രമ്യയും അബിയെ ഇന്നലെ രാത്രി കബളിപ്പിച്ച് അയാളുടെ ക്ലബിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. അയാളും അതിൽ കൂട്ടുനിന്ന കാര്യവും പറഞ്ഞു. ഇന്നലെ അബിയെ അബോധാവസ്ഥയിലാക്കിയ ശേഷം ഏതോ പെൺകുട്ടിയുമായി അവർ അബിയുടെ ഫോട്ടോസ് എടുത്തു. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ അബിയെ തിരികെ വീട്ടിൽ റൂമിൽ കൊണ്ട് കിടത്തി. ആ ഫോട്ടോസ് കാണിച്ച് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാമെന്നല്ലേ എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നത്? എന്നാൽ ദൈവം എന്റെ കൂടെയാണ്. ദേവ് ശർമ്മ എല്ലാം ഏറ്റു പറഞ്ഞു എന്ന് കേട്ടതും സതീഷിന്റെയും രമ്യയുടെയും മുഖം വിളറി. രമ്യ പറഞ്ഞു, ദേവ് ശർമ്മയോ? അതാരാണ്? നിന്നെ ആരോ വന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് പല്ലവി. ഈ ഫോട്ടോസ് എല്ലാം ഒറിജിനലാണ്. ഇവന്റെ ആളുകൾ ആരോ നിന്നെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി വന്നതാവും. അത് കേട്ടതും പല്ലവി രമ്യയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്ത് ശക്തിയായി ആഞ്ഞടിച്ചു. രമ്യ പേടിയോടെ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് പല്ലവിയെ നോക്കാൻ തുടങ്ങി. അപ്പോൾ പല്ലവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും മതിയായില്ലേ? ദേവ് ശർമ്മ CCTV ദൃശ്യങ്ങളടക്കം എനിക്ക് പൂർണ്ണമായി തെളിവ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അബിയോട് ചെയ്ത ചതി അതിൽ വ്യക്തമായി കാണാം. ഇത്രയും തരം താഴ്ന്ന കളി നിങ്ങൾ കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ആ ഫോട്ടോസ് അബിക്ക് നേരത്തെ അയച്ചു കൊടുത്തിട്ടും അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടാൻ ഇവൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണത്. ഞാൻ ഒരു തരത്തിലും ഇവനെ തെറ്റിദ്ധരിക്കരുതെന്നും ഇവൻ ആഗ്രഹിച്ചു. എന്നാലും ഇത് ചീപ്പായിപ്പോയി. എല്ലാം പറഞ്ഞതിന് ശേഷം പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി. പല്ലവിയുടെ കണ്ണുകളിലെ കണ്ണീർ
തനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അബിക്ക് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. താൻ പല്ലവിയെ ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് അബിക്ക് അപ്പോൾ തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, പല്ലവി, ഞാൻ... അബി ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് അറിയാലോ. അതും പറഞ്ഞ് പല്ലവി സതീഷിനെയും രമ്യയെയും തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപ് വേഗം ഇവിടുന്ന് പൊക്കോളൂ. അബദ്ധത്തിൽ പോലും ഇങ്ങോട്ട് ഇനി കയറി വരരുത്. സതീഷും രമ്യയും ഒന്നും മിണ്ടാതെ തല കുനിച്ച് അവിടുന്ന് പോയി. അപ്പോൾ മാലിനി പല്ലവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ, സതീഷും രമ്യയും ചേർന്ന് ഇത് ചെയ്ത കാര്യം എനിക്കറിയില്ലായിരുന്നു. സോറി. അറിയില്ലെന്ന് അല്ലേ? ശരി, തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. വേഗം ഇവിടെ നിന്നൊന്ന് പോയി തന്നാ മതി. പല്ലവിയുടെ വാക്കുകൾ കേട്ട മാലിനി ഒന്നും മിണ്ടാതെ തല കുനിച്ച് അവിടെ നിന്നും പോയി. അപ്പോൾ പല്ലവി അബിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നേരത്തെ ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ നിനക്ക് എന്നോട് കാര്യം പറയാമായിരുന്നു. എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ഇതുപോലെ ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കി ഒന്നും തകർക്കാൻ പറ്റുന്നതല്ല. എന്നാലും പെട്ടെന്ന് കണ്ടപ്പോ സോറി. അബി ചമ്മലോടെ പറഞ്ഞൊപ്പിച്ചു. അബിയുടെ മുഖഭാവം കണ്ട് പല്ലവിക്ക് ചിരി വന്നു. പല്ലവിക്ക് തന്റെ വിശ്വാസമുണ്ടെന്ന് കേട്ടപ്പോൾ അബിക്ക് സമാധാനം തോന്നി. രണ്ടുപേരും അകത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ പല്ലവിയുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളി വന്നു. രാവിലെ എഴുന്നേറ്റ് അവൾ അബിയുടെ കൂടെ ഓഫീസിലേക്ക് പോയി. അവിടെ എത്തിയുടൻ മുത്തശ്ശൻ എല്ലാവരെയും മീറ്റിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചതറിഞ്ഞു പല്ലവിയും അങ്ങോട്ടേക്ക് പോയി. സതീഷും രമ്യയും അടക്കം കുടുംബത്തിലെ പലരും അവിടെ മീറ്റിംഗിനുണ്ട്. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ സംസാരിക്കാൻ ആരംഭിച്ചു. ഊട്ടിയിലെ ഹിൽവ്യൂ മാൻഷനെ കുറിച്ച് കേൾക്കാത്തവരായി ആരുമില്ലല്ലോ. അവിടെ ഏതോ ഒരു വലിയ കമ്പനി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കവിടെ എന്തൊക്കെയോ തുടങ്ങാനുള്ള പ്ലാനാണ്. കുറച്ചു കാലം കൊണ്ട് അതൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആവും. പല വൻകിട കമ്പനികളും ആ പ്രൊജക്ടിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ കമ്പനിക്ക് ആ പ്രൊജക്ട് കിട്ടണം. നിങ്ങൾക്ക് സാധ്യമായ വിധത്തിൽ ഈ പ്രൊജക്ട് നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. അതിനു പറ്റിയ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. എങ്ങനെയെങ്കിലും നമുക്ക് ഈ പ്രൊജക്ടിന്റെ പ്രധാന ഭാഗമാവണം. ഇത് നടപ്പിലാക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം ഞാൻ നൽകും. മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. അങ്ങനെയൊരു ടൂറിസം പ്രൊജക്ടിന്റെ കാര്യം മീഡിയകളിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സതീഷ് എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, രവിചന്ദ്രൻ അങ്കിളിന്റെ കീഴിൽ മികച്ചൊരു എഞ്ചിനീയർമാരുടെ ടീമുണ്ടല്ലോ. നമുക്ക് ആ ഒരു പ്രപ്പോസലുമായി മുൻപോട്ട് നീങ്ങിയാലോ? അങ്കിൾ ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ. ആ ടീമിനെ എനിക്ക് കൈമാറിയാൽ മതി. അത് വെച്ച് ഈ പ്രൊജക്ട് ഞാൻ നേടിയെടുത്തിരിക്കും. അങ്കിളിന് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് കേട്ടതും പല്ലവി മനസ്സിലാലോചിച്ചു. അച്ഛനിൽ നിന്ന് ഇപ്പോൾ തന്നെ കമ്പനിയുടെ പലതും ഇവർ തട്ടിയെടുത്തു കഴിഞ്ഞു. ഇനി ഈ ടീമിനെ കൂടി തട്ടിയെടുത്താൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോൾ അച്ഛൻ ഇവിടെ പിന്നെ ഒരു വിലയും ഉണ്ടാവില്ല. പല്ലവി അത് തടയാൻ വേണ്ടി സംസാരിക്കാൻ നിന്നെങ്കിലും രമ്യ വേഗം ഇടയിൽ കയറി പറഞ്ഞു, സതീഷേട്ടൻ പറഞ്ഞ ശരിയാണ്. അങ്കിൾ ഹോസ്പിറ്റലായതുകൊണ്ട് ഒഫീഷ്യലി തന്നെ ആ ടീമിനെ എല്ലാം സതീഷേട്ടനെ ഏൽപ്പിക്കണം. പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് മുത്തശ്ശനും അത് സമ്മതിച്ചു. എല്ലാ കാര്യങ്ങളും സതീഷിനെ ഏൽപ്പിച്ചു. പല്ലവിക്കപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾക്കാകെ ടെൻഷനായി. ഈ പ്രൊജക്ട് സതീഷ് വിജയിപ്പിച്ചെടുത്താൽ പിന്നെ ഈ കമ്പനിയിൽ തനിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ലെന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നെ സതീഷേ, ഒരു കാര്യം കൂടെ. ഈ പ്രൊജക്റ്റിൽ നീ തോറ്റുപോയാൽ പിന്നെ നിനക്ക് കമ്പനിയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. അതോർമ്മ വേണം. അത് കേട്ടതും സതീഷ് ഒന്ന് പേടിച്ചു. പ്രൊജക്ട് വിജയിപ്പിക്കാനായാൽ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ച് മാത്രമേ അവൻ ചിന്തിച്ചിരുന്നുള്ളൂ. വലിയൊരു റിസ്ക്കാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നവന് മനസ്സിലായി. സതീഷ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മുത്തശ്ശനോട് പറഞ്ഞ് ആ മീറ്റിംഗിനിടയിൽ നിന്ന് ഒന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ടവൻ വേഗം ഫോൺ എടുത്ത് ഹിൽവ്യൂ മാൻഷന്റെ സിഇഒ ദിനേശിനെ വിളിച്ചു. അയാൾ ഫോൺ എടുത്തതും സതീഷ് പറഞ്ഞു, ഹലോ സർ, ഞാൻ സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും സതീഷാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ ടൂറിസം പ്രൊജക്ടുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം... പെട്ടെന്ന് ദിനേശ് ശക്തമായ ശബ്ദത്തിൽ ഇടയിൽ കയറി പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഫോണിലൂടെയാണോ പ്രൊജക്ടിന്റെ കാര്യമൊക്കെ പറയുന്നത്? അത് നിങ്ങളുടെ കമ്പനിക്ക് തന്നെയാണെന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് തീരുമാനിച്ചാൽ മതിയോ? നീ ആരാണെന്ന് നിന്റെ വിചാരം? അപ്പൊ സതീഷ് പേടിച്ചുകൊണ്ട് പറഞ്ഞു, സർ ഐ എം സോറി. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് വില കൊടുത്തും എനിക്ക് ആ പ്രൊജക്ട് വേണം. അപ്പോൾ ദിനേശിന്റെ ശബ്ദം ഉയർന്നു, എന്ത് വില കൊടുത്തും വേണമെന്നോ? ഇങ്ങനെയാണോ ഒരു പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കേണ്ടത്? എന്തായാലും നീ നാളെ ഓഫീസിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. വാ, ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നിന്റെ കമ്പനിയുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം. അതും പറഞ്ഞ് ദിനേശ് ഫോൺ കട്ട് ചെയ്തു. സതീഷ് ആകെ ഞെട്ടിപ്പോയി. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. നാളെ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് ചെന്നാൽ ആകെ നാണം കെടുമെന്ന് അവന് മനസ്സിലായി. അവൻ സ്വയം പറഞ്ഞു, ഇനി ഞാൻ എന്തു ചെയ്യും? നാളെ ഞാൻ എങ്ങനെ അവിടെ പോവും? ഈ പ്രൊജക്ട്
കമ്പനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി. പക്ഷെ നാളെ അവിടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, പോയാൽ നാണം കെടും. അപ്പോ അവന്റെ പിറകിൽ നിന്നിരുന്ന രമ്യ ഇതെല്ലാം കേട്ടിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നാളെ അവിടെ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് ചെല്ലുന്ന ആളല്ലേ നാണം കെടുക? അത് ചേട്ടൻ വേണ്ടല്ലോ. കമ്പനിയുടെ പേര് രക്ഷിക്കാനല്ലേ പല്ലവി അവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? രമ്യയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയ സതീഷിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. സതീഷ് മനസ്സിൽ ചില പ്ലാനുകളോടെ വേഗം തിരിച്ച് മീറ്റിംഗ് റൂമിലേക്ക് തന്നെ ചെന്നു. പല്ലവി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ചോദിച്ചു, എന്താ സതീഷേ, നിനക്കൊരു ടെൻഷൻ പോലെ? അപ്പോൾ സതീഷ് പറഞ്ഞു, മുത്തശ്ശ, ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീടാണ് ഒരു കാര്യം ചിന്തിച്ചത്. പല്ലവി ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇവൾ രാവും പകലും ഇതിനുവേണ്ടി ജോലി ചെയ്യുന്നു. ഇവളുടെ കഷ്ടപ്പാട് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ മുത്തശ്ശൻ അല്പം ഉച്ചത്തിൽ ചോദിച്ചു, സതീഷേ, നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി പറ, വെറുതെ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണ്ട. അപ്പോൾ സതീഷ് പറഞ്ഞു, ഹിൽവ്യൂ മാൻഷന്റെ പ്രൊജക്ടിനായി പല്ലവി ശ്രമിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അവളുടെ കഴിവ് വെച്ച് നോക്കുമ്പോ അവൾക്ക് ഈ പ്രൊജക്ട് എളുപ്പത്തിൽ കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മുടെ കമ്പനിക്കും അത് പ്രയോജനം ചെയ്യും. ഞാൻ വെറുതെ പോയിട്ട് ഒരു കാര്യമില്ല. പല്ലവി പോട്ടെ മുത്തശ്ശ, അവൾക്കൊരു അവസരം കൊടുക്കാം. സതീഷിന്റെ വാക്കുകൾ കേട്ട് പല്ലവി ആകെ അമ്പരന്നു പോയി. എന്തുകൊണ്ടാണ് അവന് പെട്ടെന്ന് തന്നോട് സഹതാപം ഉടലെടുത്തതെന്ന് പല്ലവിക്ക് മനസ്സിലായില്ല. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടായെന്ന് പല്ലവി ചിന്തിച്ചു. അപ്പൊ മുത്തശ്ശൻ പ്രഖ്യാപിച്ചു, അതെ സതീഷ, നീ പറഞ്ഞത് ശരിയാണ്. പല്ലവിക്ക് നമ്മളൊരു അവസരം കൊടുക്കണം. നാളെ പല്ലവി പോകട്ടെ അവിടെ. അത് കേട്ടതും സതീഷ് ചുണ്ടിൽ ഒരു വിജയ ചിരിയുമായി അവിടെ നിന്നും പോയി. എന്നിട്ട് പുറത്തു നിൽക്കുന്ന രമ്യയോട് പറഞ്ഞു, ഇനിയാണ് കളി മോളെ. നാളെ പല്ലവി അവിടേക്ക് ചെല്ലും. ആ ദിനേശ് അവളെ പത്രസമ്മേളനത്തിൽ വെച്ച് നാണം കെടുത്തി പറഞ്ഞയക്കും. എന്നിട്ട് മുത്തശ്ശൻ പല്ലവിയെ കമ്പനിയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും. പിന്നെ നമ്മുടെ ദിവസങ്ങളാണ് വരുന്നത്. അവന്റെ വാക്കുകൾ കേട്ട് രമ്യയുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. പല്ലവി ഈ ചതിയൊന്നും അറിയാതെ മുത്തശ്ശനുമായി ചർച്ച തുടർന്നു. പിറ്റേ ദിവസം രാവിലെ സതീഷും രമ്യയും പല്ലവിയുമായി ദിനേശിന്റെ ഹെഡ് ഓഫീസിലെത്തി. പല്ലവിയെ അവിടെ ഇറക്കിയതിനു ശേഷം സതീഷ് പറഞ്ഞു, പല്ലവി, ഞങ്ങൾ അകത്തേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇവിടെ പുറത്തു നിൽക്കാം. നീ പോയി വാ. ഓൾ ദി ബെസ്റ്റ്. പല്ലവി അവരെ ഒന്ന് നോക്കി. എന്നിട്ട് അകത്തേക്ക് നീങ്ങി. അവൾ അകത്തേക്ക് എത്തിയതും അവിടെ ഒരുപാട് വൻകിട കമ്പനികളിൽ നിന്നുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ തന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പല്ലവിക്ക് തോന്നി. അവിടെ ഒരു പ്രസ് മീറ്റ് നടക്കുകയാണ്. പത്രപ്രവർത്തകരും ചാനലുകാരും എല്ലാം അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു. സതീഷ് എന്തോ കളി കളിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പല്ലവിക്ക് മനസ്സിലായി. അവിടെ എല്ലാവരും ദിനേശിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. പല്ലവി പേടിയോടെ തന്റെ സീറ്റിലിരുന്നു. അപ്പോഴാണ് ദിനേശ് അവിടേക്ക് കടന്നു വരുന്നത്. അയാൾ വന്നതും എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് എന്തോ ആലോചിച്ചതിനു ശേഷം ഉറക്കെ ചോദിച്ചു, സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ പല്ലവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ട് സർ, ഞാനാണ് പല്ലവി രവിചന്ദ്രൻ. ഞാൻ പ്രൊജക്ട് നേടുന്നതിനു വേണ്ടി കമ്പനിയിൽ നിന്ന് വന്നതാണ്. ദിനേശ് അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ആഹാ, നീയാണല്ലേ അവിടുന്ന് വന്നത്. നീ വന്ന് ഇവിടെ ഇരുന്നേ. നിന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവരും അത്ഭുതത്തോടെ പല്ലവിയെ തന്നെ നോക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് പല്ലവിക്കും മനസ്സിലായില്ല. എങ്കിലും അവൾ മുന്നോട്ട് ചെന്ന് ദിനേശിന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ പറ്റാത്തൊരു പുഞ്ചിരി ദിനേശിന്റെ മുഖത്തുണ്ടായിരുന്നു. ദിനേശ് സംസാരിക്കുന്ന നിമിഷത്തിനായി കാത്തുനിൽക്കുന്ന മാധ്യമങ്ങളുടെയും കമ്പനികളുടെയും കൂട്ടത്തിൽ സതീഷും രമ്യയും നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടുന്നത് കാണാൻ നിൽക്കുകയാണ് അവർ. അപ്പോൾ ദിനേശ് സംസാരിച്ചു തുടങ്ങി, ഇത് പല്ലവി രവിചന്ദ്രൻ. ഈ പ്രൊജക്ട് ഏറ്റെടുക്കാൻ അവളുടെ കമ്പനിയിൽ നിന്നുമുള്ള ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇവൾ ഇവിടെ വന്നത്. എന്നാ പിന്നെ ആ പ്രൊജക്ട് എടുത്ത് ഇവർക്ക് തന്നെ നൽകാം അല്ലേ? ഇവര് ഫോണിൽ വിളിച്ചു ചോദിച്ചതല്ലേ? അത് പറയുമ്പോൾ ദിനേശിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ സതീഷും രമ്യയും കാത്തിരുന്നു. ദിനേശിന്റെ വാക്കുകൾ കേട്ട സതീഷിന്റെയും രമ്യയുടെയും കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. പെട്ടെന്ന് ദിനേശിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള കോളാണെന്ന് അയാൾ കണ്ടു. ദിനേശ് ഫോൺ എടുത്തപ്പോൾ അപ്പുറത്തു നിന്നും എന്തോ പറഞ്ഞു. അപ്പോൾ ദിനേശ് പറഞ്ഞു, ഓക്കെ സർ, ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ചെയ്യാം. എല്ലാം ഞാൻ ഏറ്റു. താങ്ക് യു സർ. അതും പറഞ്ഞ് ദിനേശ് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് മൈക്കിൽ എല്ലാവരോടുമായി പറഞ്ഞു, സോറി, ഒരു അർജന്റ് കോളായിരുന്നു. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. നേരത്തെ ഞാൻ ഇവരുടെ സീചന്ദ് കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഫോണിലൂടെ ഇത്തരമൊരു ഇടപാട് നടത്തുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ കമ്പനിയിലെ പ്രൊജക്ടിനു വേണ്ടിയാണ് ഇവിടെ പലരും കൂടിയിരിക്കുന്നത് എന്നെനിക്കറിയാം.
എന്നാൽ ആ പ്രൊജക്ട് ഞാൻ മിസ് പല്ലവി രവിചന്ദ്രന്റെ സീചന്ദ് കമ്പനിക്ക് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ടതും അവിടെ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ദിനേശ് അത് പറഞ്ഞതും പല്ലവി പോലും വിശ്വസിക്കാനാവാതെ അയാളെ തന്നെ നോക്കി നിന്നു. സതീഷും രമ്യയും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നിന്നു. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദിനേശ് കരാർ ഒപ്പിടാനുള്ള പേപ്പറുകൾ എടുത്ത് പല്ലവിക്ക് നേരെ നീട്ടി. അവൾ അതിൽ സൈൻ ചെയ്തു. ദിനേശ് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാം ഉറപ്പിച്ചതും അവിടെ മുഴുവൻ കയ്യടികൾ ഉയർന്നു. അപ്പോൾ ദിനേശ് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നത് പല്ലവി കണ്ടു. സ്ക്രീനിലേക്ക് നോക്കിയ അവൾ അഭിമന്യുവിന്റെ പേര് കണ്ട് ഞെട്ടിപ്പോയി. അഭി ഫോൺ എടുത്തതും ദിനേശ് പറഞ്ഞു, എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പുറത്തു നിന്ന് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ പല്ലവി മനസ്സിൽ വിചാരിച്ചു, ഇതാണോ ഇനി അഭിക്ക് കാറൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ അഭിയുടെ സുഹൃത്ത്? ആവും, അതുകൊണ്ടാവും ഈ പ്രൊജക്ട് എനിക്ക് കിട്ടിയത്. എന്നാലും അഭിക്ക് എങ്ങനെ ഇയാളെ? പല്ലവി ആലോചനയിലായി. ആ ആൾക്കൂട്ടത്തിൽ വാസുദേവൻ വക്കീലും ഉണ്ടായിരുന്നു. അയാളുടെ ഫോണിലേക്ക് അഭിയുടെ കോൾ വന്നു. ഫോൺ എടുത്ത ഉടനെ വാസുദേവൻ പറഞ്ഞു, എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ? ഈ പ്രൊജക്ട് പല്ലവിയുടെ കമ്പനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, ഹാപ്പിയായില്ലേ? അപ്പുറത്ത് നിന്ന് അഭി പറഞ്ഞു, താങ്ക് യു. എന്തായാലും അയാൾക്ക് ഇതിന് പ്രതിഫലമായി ഒരു നല്ല ഗിഫ്റ്റ് തന്നെ കൊടുക്കണം. അതും പറഞ്ഞ് അഭി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും പല്ലവി അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. അതേസമയം സീചന്ദ് കമ്പനിയിൽ പല്ലവിയുടെ മുത്തശ്ശൻ ടിവിയിൽ ബിസിനസ് വാർത്തകൾ കാണുകയായിരുന്നു. അപ്പോഴാണ് അതിലൊരു വാർത്ത കാണുന്നത്. പ്രശസ്തമായ ഹിൽവ്യൂ മാൻഷന്റെ പ്രൊജക്ട് സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തെന്ന്. അതോടുകൂടി ഷെയർ മാർക്കറ്റിൽ സീചന്ദ് കമ്പനിയുടെ മൂല്യം പെട്ടെന്ന് കൂടി. രാജ്യത്തെ പല വൻകിട കമ്പനികളും സീചന്ദ് കൺസ്ട്രക്ഷനിൽ നിക്ഷേപം നടത്താനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് വാർത്തകൾ പറയുന്നു. അത് കേട്ടതും മുത്തശ്ശന്റെ മുഖത്ത് വലിയ സന്തോഷം നിറഞ്ഞു. പല്ലവി, ഇത് വലിയൊരു അത്ഭുതമായല്ലോ, മുത്തശ്ശൻ സന്തോഷം കൊണ്ട് സ്വയം പറഞ്ഞു. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകേട്ടത്. അപ്പോൾ പല്ലവി അകത്തേക്ക് വന്നു. അവളെ കണ്ടതും മുത്തശ്ശൻ സന്തോഷത്തോടെ പറഞ്ഞു, വരൂ മോളെ, നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പല്ലവി വന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ മുത്തശ്ശൻ സന്തോഷത്തോടെ പറഞ്ഞു, നന്നായി മോളെ, ഇന്ന് ഈ കമ്പനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇതിന് പകരമായി നിനക്ക് എന്താണ് വേണ്ടത്? നീ ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. അത് കേട്ട് പല്ലവി പറഞ്ഞു, മുത്തശ്ശ, എനിക്ക് വേറൊന്നും വേണ്ട. അച്ഛന്റെ എഞ്ചിനീയറിംഗ് ടീമിന്റെ ചാർജ് എനിക്ക് തരണം. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ടീമാണത്. അപ്പോഴേക്കും സതീഷും രമ്യയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരുടെ മുഖം മ്ലാനമായിരുന്നു. പല്ലവിയുടെ വാക്കുകൾ കേട്ട മുത്തശ്ശൻ അവളോട് പറഞ്ഞു, ശരി മോളെ, ആ ടീമിനെ ഞാൻ നിനക്ക് തരാം. അതുപോലെ ടൗണിന് പുറത്തുള്ള എന്റെ 6 നില ബിൽഡിംഗും ഞാൻ നിനക്ക് പ്രതിഫലമായി തരുന്നു. എന്നിട്ട് മുത്തശ്ശൻ സതീഷിനോടും രമ്യയോടുമായി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്? നമ്മുടെ കമ്പനിക്ക് വേണ്ടി വലിയൊരു കരാറാണ് പല്ലവി സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട ദിവസമാണെന്ന്. മുത്തശ്ശൻ കൂടി പല്ലവിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് രമ്യയ്ക്ക് നിയന്ത്രണം കിട്ടാതായി. അവൾ പറഞ്ഞു, പല്ലവി, എഞ്ചിനീയർമാരുടെ ടീമിന്റെ ചാർജ് നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. അല്ലെങ്കിലും അവിടെ അത്രയും വലിയ കമ്പനികൾ വന്നിരിക്കുമ്പോൾ അതിൽ നിന്നും നിന്നെ വിളിച്ച് മുന്നിലിരുത്തി നിനക്ക് തന്നെ ഈ ഡീൽ തരണമെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ മോളെ. നീ ഈ ഡീൽ കിട്ടാൻ വേണ്ടി. രമ്യയുടെ വാക്ക് കേട്ട് പല്ലവിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ തല താഴ്ത്തി നിന്നു. അപ്പോൾ പെട്ടെന്ന് മുത്തച്ഛൻ മുമ്പിലേക്ക് വന്ന് രമ്യയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, എന്താടി നീ പറയുന്നത്? നിനക്കൊന്നും സംസ്കാരം ഇല്ലാതായോ? നിങ്ങളെക്കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പല്ലവിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയത്. അതിലുള്ള അസൂയ മൂലമല്ലേ നീ പറയുന്നതെല്ലാം. എന്തായാലും ഞാൻ ആ എഞ്ചിനീയർമാരുടെ ടീമിനെ പല്ലവിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്റെ തീരുമാനത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കമ്പനി വിടാം. അതും പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്നും പോയി. പല്ലവിയും വേഗം അവിടെ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറി. അപ്പോൾ അവൾ അഭിയെക്കുറിച്ച് ആലോചിച്ചു. അഭി അപ്പോൾ ശരിക്കും എന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ അവനെല്ലാം സഹിക്കും. ആരോടും പരാതിയില്ല. ശരിക്കും അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അഭി ഒരു നല്ല ഭർത്താവാണ്. പക്ഷെ ഞാൻ ഇത് മനസ്സിലാക്കാൻ 3 വർഷം എടുത്തു. എല്ലാം എന്റെ തെറ്റാണ്. പല്ലവിയുടെ മനസ്സിൽ ഒരു പുതിയ വികാരം ഉണർന്നു. അഭിയെക്കുറിച്ച് മാത്രമായി പിന്നെ അവളുടെ ചിന്ത. അവൾ മനസ്സിൽ പറഞ്ഞു, എന്തുകൊണ്ടാണെന്നറിയില്ല, അഭിയുമായുള്ള ഈ ബന്ധം നിലനിർത്താൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവനെ പിരിയുന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അഭി, നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിന് എനിക്ക് തിരിച്ചൊന്നും തരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നീ എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കും. പല്ലവിക്ക് അഭിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചുണ്ടിൽ നാണത്തോടെയുള്ള ഒരു ചിരി വിടർന്നു. അവൾ മെല്ലെ വീട്ടിലേക്ക് നീങ്ങി.
അബി അന്ന് നേരത്തെ വീട്ടിലെത്തിയിരുന്നു. അവൻ വീട്ടിൽ തനിച്ചായിരുന്നു. അപ്പോൾ അബി വാസുദേവനെ വിളിച്ച് പറഞ്ഞു, എന്റെ ആ ബൈക്ക് എനിക്ക് വേണം, നാളെ തന്നെ അതിവിടെ എത്തണം. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അന്ന് പല്ലവിയെയും കൊണ്ട് ആ ബൈക്കിൽ പോയപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമായി എന്നവൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അബി ഇപ്പോൾ അതേ ബൈക്ക് തന്നെ വേണമെന്ന് പറയുന്നത്. ദേവരാജന്റെ കാറ് കൊടുത്തിട്ടും അവൻ അതിൽ തൃപ്തി തോന്നിയില്ല. അതേസമയം വാസുദേവൻ ആലോചിക്കുകയായിരുന്നു, അബിക്ക് വേണമെങ്കിൽ ലോകത്തുള്ള ഏത് വില കൂടിയ കാറും കൊണ്ടുവരാൻ എന്നോട് ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പഴയ അതേ ബൈക്ക് തന്നെ വേണമെന്ന് പറയുന്നത്? ഇവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ. പല്ലവി അപ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു. രണ്ടുപേർക്കും പരസ്പരം സർപ്രൈസ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അബി വീട്ടിൽ പല്ലവിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരുന്നു. അതേസമയം പല്ലവി ഒരു വലിയ മാളിന് മുന്നിൽ കാർ നിർത്തി. എന്നിട്ട് ഫോൺ എടുത്ത് അബിക്ക് മെസ്സേജ് അയച്ചു. ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആവും. മെസ്സേജ് കണ്ടതും അബി മറുപടി അയച്ചു, ഇറ്റ്സ് ഓക്കെ, ഐ വെയിറ്റ് ഫോർ യു. മെസ്സേജ് കണ്ടതും പല്ലവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അബി മെസ്സേജ് അയച്ചതിനു ശേഷം വീണ്ടും അവന്റെ ജോലികൾ തുടർന്നു. എന്നാൽ സമയം ഒരുപാടായിട്ടും പല്ലവിയെ കണ്ടില്ല. രാത്രി ഒരുപാട് ലേറ്റ് ആയത് കാരണം അബി ഒന്ന് ഭയന്നു. അവളുടെ ഫോണിലേക്ക് വിളിക്കാൻ നിന്നപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. അബി വേഗം വാതിലിനടുത്തേക്ക് ചെന്നു. ഇന്നത്തെ ദിവസം എന്താണ് എന്നൊന്നും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാണ് അവൻ ചിന്തിച്ചത്. കാരണം കഴിഞ്ഞ 2 തവണയും അവരവരുടെ വിവാഹ വാർഷികമൊന്നും ആഘോഷിച്ചിരുന്നില്ല. അബി ചെന്ന് വാതിൽ തുറന്നപ്പോൾ പല്ലവി അവിടെ നിൽക്കുന്നത് കണ്ടു. അത് കണ്ടതും അവന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ ചിരി തെളിഞ്ഞു. പല്ലവി അകത്തേക്ക് നടന്നു. അബി അവിടെ സോഫയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അപ്പോൾ പല്ലവിയും അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, വളരെ നല്ലത്. അതും പറഞ്ഞ് പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി. ഇന്ന് ആനിവേഴ്സറി ആണെന്ന് അവനും മറന്നിട്ടുണ്ടാവും എന്നാണ് അവളും ചിന്തിച്ചത്. അവനൊന്നും പറയാതെ ആയപ്പോൾ പല്ലവി പറഞ്ഞു, ആ, ഇന്നത്തെ ദിവസം വേറെ പലതും ഉണ്ടായിരുന്നു, നിനക്കത് ഓർമ്മയുണ്ടാവില്ലെന്നറിയാം, സാരമില്ല. എന്നിട്ട് പല്ലവി ബാഗിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അബിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇതാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പല്ലവി അവരുടെ ആനിവേഴ്സറി ഓർത്തിരുന്നു എന്നത് കണ്ടപ്പോൾ അബിക്ക് അത്ഭുതം തോന്നി. അവൻ ആ ഗിഫ്റ്റ് വാങ്ങി തുറന്നു നോക്കി. അതിൽ ഒരു വിലപിടിപ്പുള്ള വാച്ചായിരുന്നു. പല്ലവി അതെടുത്ത് അവന്റെ കയ്യിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു, ജീവിതത്തിൽ സമയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഈ വാച്ച് നിന്നെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാതെ എല്ലാം ജീവിതത്തിൽ വേഗത്തിൽ നടത്തണം. നമ്മൾ തമ്മിലുള്ള വിശ്വാസം എന്നും നിലനിൽക്കണം. അത് കേട്ട് അബിക്ക് സന്തോഷം തോന്നി. അവൻ പറഞ്ഞു, നമ്മുടെ പരസ്പര വിശ്വാസം എന്നും ഉണ്ടാകും. പിന്നെ നിനക്ക് തരാൻ എന്റെ പക്കൽ വലിയ വിലപിടിപ്പുള്ള സമ്മാനമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയിട്ടുണ്ട്, നീ വന്ന് കഴിക്ക്. അബിക്കും അവരുടെ ആനിവേഴ്സറി ഓർമ്മയുണ്ടെന്ന് കേട്ടപ്പോൾ പല്ലവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്താണ് വേണ്ടത്? താങ്ക് യു. അപ്പോൾ പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അബി പറഞ്ഞു, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നീ വേഗം പോയി ഫ്രഷായി വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. പല്ലവി തലയാട്ടിക്കൊണ്ട് വേഗം മുറിയിലേക്ക് നടന്നു. അബി സന്തോഷത്തോടെ വീണ്ടും വീണ്ടും ആ വാച്ചിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.